പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തുടങ്ങുന്നു. ലൈല അൻവർ. എൻ്റെ അജുമോനെ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ പൊന്നുമോനെ, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ വീഡിയോ അഡിക്റ്റായ ഒരമ്മയാണ് ഞാൻ. സുഖമില്ല. ഇവിടെ ദുബായിൽ മക്കളോട് അടുത്താണ്. മുഴുവൻ വീഡിയോയും ഞാൻ കാണും. എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും അജുമോനോട് ഉള്ള ഇഷ്ടം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. എൻ്റെ മക്കളുടെ പ്രായം തന്നെയാണ് എൻ്റെ അജുമോനും. സരിതക്കുട്ടി ജഗ്ഗു ക്യാമറ ചെയ്യുന്ന മോൻ്റെ നെയിം അറിയില്ല കേട്ടോ അമ്മയ്ക്ക്. എല്ലാവർക്കും നല്ലത് വരാൻ ദൈവത്തോട് ഈ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. മോളെ, എൻ്റെ റിപ്ലൈ മോൾ ഒരു വട്ടം വായിച്ചു, പിന്നെ ഒന്നും കേട്ടില്ല. കാത്തിരിക്കും പ്രതികരണം, റിപ്ലൈ നിങ്ങൾ വായിക്കുമ്പോൾ. കൊതിപ്പിച്ചല്ലോ മക്കളെ. പായസം, ഇത് പായസം വീഡിയോയിൽ ഇട്ടിട്ടുള്ള കേട്ടാ. എന്നാലും എൻ്റെ മക്കൾ കുടിച്ചല്ലോ, അത് മതി. അമ്മയ്ക്ക് സന്തോഷമാകാൻ. ഇഷ്ടം മാത്രം കൂടുതൽ അജുമോനോട്. എല്ലാവരോടും ഇഷ്ടം എന്ന് പറഞ്ഞാലും എന്നാൽ അജുമോനോട് ഒരു ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. അനിതാക്കേ, അല്ല വീഡിയോ എടുക്കുന്ന അവന്റെ പേര് നിതിൻ. അനിതാക്കേ, ഇന്നും എൻ്റെ കമൻറ്റ് വായിച്ചില്ല, സങ്കടമായിട്ടോ. എങ്കിലും നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണും. ഒത്തിരി സ്നേഹം. വായിച്ചല്ലോ. റെയിൻബോ പ്ലാന്റർ. എനിക്ക് നല്ല കിടുക്കാച്ചി പനിയാണ്, ഒട്ടും കുറവില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പോണു. അതെ, ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഇട്ടേക്കണ കമൻ്റാണ്. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയല്ലേ നമ്മൾ കമൻറ്റ് വായനിട്ടെ, അതിലിട്ടേക്കണ കമൻറ്റാ. അപ്പോൾ പനി മാറുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പനി മാറി കഴിഞ്ഞാൽ പിന്നാലെ ഒരു ക്ഷീണമുണ്ട്. ആ ക്ഷീണം എത്ര നാളെ കഴിഞ്ഞാൽ മാറാന്നറിയോ? ഓരോരുത്തർ തവിട് പൊടിയാവുണ്ട്. പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു ചുമയും കൂടിയും കിട്ടിയാൽ പിന്നെ തീർന്നു. അതൊന്നും ഇല്ല, ഉഷാറായി എന്ന് വിശ്വസിക്കുന്നു. കമൻ്റ് ഇട്ടോളൂട്ടാ. പക്ഷേ വീഡിയോ കാണാറുണ്ട്, മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഏകാന്തം ഈ തീരം. ഇത് കേട്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല. അജിചേട്ടൻ പറഞ്ഞ ആ പോസ്റ്റ് ബട്ടൺ കഥ കേട്ടപ്പോൾ. നമ്മൾ പറഞ്ഞില്ലേ, നീ ഇരുന്ന് വായിക്കുമ്പോ നിനക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനുണ്ട്. ഞാനിങ്ങനെ വടി പോലെ ഇരിക്കണല്ലോ. അതായത് നാടകത്തിലൊക്കെ ചിലപ്പോ ഓരോരുത്തർ ഭടന്മാരായിട്ട് നിൽക്കേണ്ടി വരും. അയാൾ തുടക്കം തൊട്ട് അവസാനം വരെ ഭടനായിട്ട് ഈ വടിയും കുത്തി പിടിച്ച് ഭടനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഒരു അനക്കില് കുന്തം അവർക്ക് അഭിനയിക്കാനാണ് ഏറ്റവും വലിയ പാട്. ബാക്കിയുള്ളവർക്ക് ഡയലോഗും അത് അങ്ങോട്ട് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞപ്പോ എഴുതിയിട്ടുള്ള കമന്റാണ് കേട്ടോ. ആ പോസ്റ്റ് ബട്ടൺ കഥ കേട്ടപ്പോൾ ഇതിലും വലിയൊരു അസൽ നാടകം ഓർമ്മ വന്നത് സ്വാഭാവികം. അമരാവതിയിലെ ആ സ്റ്റേജിൽ അന്ന് നടന്നത് ചരിത്രപ്രസിദ്ധമായ ട്വിസ്റ്റ് ആയിരുന്നു. ആ സുദർശന ചക്രം പിടിച്ചെറിഞ്ഞ കഥ. അമരാവതി തിയേറ്റേഴ്സിന്റെ അലമ്പ് കൃഷ്ണലീല. നാടകത്തിലെ ഭടന്മാർ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ ഒരേ നിൽപ്പ് നിൽക്കുന്ന വെറും പോസ്റ്റുകളാണെന്നാണ് അജുചേട്ടൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ അമരാവതിയിലെ നാടക സംഘത്തിന് അങ്ങനെ ഒരു ദുഷ്പേര് കേൾപ്പിക്കാൻ ഞങ്ങളുടെ തലേബ് എന്ന ഭടൻ ഒട്ടും തയ്യാറായിരുന്നില്ല. അന്ന് കളി നടക്കുന്ന അമരാവതിയിലാണ്. നമ്മുടെ പവിത്രനാണ് പീതാംബരവും തലയിൽ മയിൽപ്പീലിയും ഒക്കെ അണിഞ്ഞ് സാക്ഷാൽ ശ്രീകൃഷ്ണനായി അണിനിരന്നിരുന്നത്. കൃഷ്ണന് കാവലായി മീശയൊക്കെ ഒട്ടിച്ച് ഭടനായി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തലേബ്. സ്റ്റേജിൽ ഗംഭീരമായ പശ്ചാത്തല സംഗീതം ഉയർന്നു. ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിലേക്ക് ഗമ്യനായി കയറാൻ ശ്രമിക്കുന്നു. ഒരു യഥാർത്ഥ ഭടന്റെ കടമ മറക്കാതെ മീശയൊക്കെ പിരിച്ചു വെച്ച് തലേബ് കൃഷ്ണനെ തടഞ്ഞു. നിൽക്കൂ. സംഭാഷണം കൊഴുക്കുന്നു. കൃഷ്ണൻ നോക്കിയിട്ട് ഈ ഭടൻ വഴിമാറുന്ന ലക്ഷണമില്ല. അവസാനം പവിത്രൻ കൃഷ്ണന്റെ ആത്യന്തിക ആയുധം പുറത്തെടുത്തു, സുദർശന ചക്രം. തലേബിന്റെ നേർക്ക് കൃഷ്ണൻ വായുവിൽ ആ ചക്രം ചുഴറ്റി അങ്ങോട്ട് എറിഞ്ഞു. സാധാരണ പുരാണങ്ങളിൽ ഈ ചക്രം ഒന്ന് കഴുത്ത് വെട്ടേണ്ടതാണ്, അല്ലെങ്കിൽ ഭടൻ ഭയന്ന് വീഴേണ്ടതാണ്. പക്ഷേ അവിടെയാണ് ഞങ്ങളുടെ തലേബ് തന്റെ ക്രിക്കറ്റ് ബുദ്ധി പുറത്തെടുത്തത്. തുടർന്ന് സ്റ്റേജിൽ സംഭവിച്ചത്, കൃഷ്ണൻ എറിഞ്ഞ സുദർശന ചക്രം വായിൽ വെച്ച് തലേബ് ഒരു ഒറ്റപ്പെടുത്തം. സാക്ഷാൽ ജോണ്ടി റോഡ്സ് തോറ്റുപോകുന്ന ഒന്നാം തരം ക്യാച്ച്. ചക്രം കയ്യിലൊതുക്കിയതും പോരാഞ്ഞിട്ട് തലേബ് ഒന്ന് തിരിഞ്ഞ് കൃഷ്ണന് നേർക്കൊരൊറ്റ തിരിച്ചേറ്. തൻ്റെ സ്വന്തം സുദർശന ചക്രം തന്നെ ബോഡി ഗാർഡ് തിരിച്ചെറിയുന്നത് കണ്ട് സാക്ഷാൽ ദ്വാരകാധീശൻ പ്രാണരക്ഷാർത്ഥം സ്റ്റേജിലൂടെ ഓടാൻ തുടങ്ങി. ചക്രം കൊണ്ട് കൃഷ്ണനെ തലമണ്ട അടിച്ചു കീറുമെന്ന അവസ്ഥയായപ്പോൾ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ഡയലോഗും പാട്ടും ഒക്കെ വഴിയിൽ ഉപേക്ഷിച്ച് ഞങ്ങൾ അണിയറ പ്രവർത്തകർ ജീവനും കൊണ്ട് ഓടിച്ചെന്ന നാടകത്തിൻ്റെ കർട്ടൻ വലിച്ച് താഴെ ഇട്ടു. അങ്ങനെ അമരാവതിയിലെ ജനങ്ങൾ അന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു കാര്യം നേരിട്ട് കണ്ടു. കൃഷ്ണനെ സുദർശന ചക്രത്തിന് എറിഞ്ഞോടിക്കുന്ന ഉഗ്രപ്രതാപിയായ ഭടനെ. ഓരോരുത്തർക്കും ഓരോ നാടകങ്ങൾ കളിക്കുമ്പോൾ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങളുടെ നാടകത്തിൽ ഞാൻ ഫസ്റ്റ് കളിച്ച 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ
ഒരു ഉടുക്ക് കൊണ്ട് കൊട്ടുന്ന ഇതുണ്ടായിരുന്നു. അപ്പോൾ കാണികളായിട്ടുള്ളവർ ആ ഉടുക്കൊക്കെ വാങ്ങിച്ചിട്ട് ഒരുത്ത വാങ്ങിച്ചിട്ട് ആ ഉടുക്ക് അടിച്ച് പൊട്ടിച്ച് ഓട്ടേക്ക് നമ്മൾ കടം വാങ്ങിച്ച വില എതിട്ടുണ്ടായിന്ന് ഉടുക്ക്. അന്ന് ഉടുക്കിനൊക്കെ വലിയ സംഭവമല്ലേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. ആ ഉടുക്ക് ഓട്ടേക്കിട്ട് അടിച്ച് പൊട്ടിച്ചു ഓരോരുത്തർ വലിയ ചേട്ടന്മാരെ. ഞങ്ങൾ കൊട്ടാന്നൊക്കെ പറഞ്ഞിട്ടേ എന്തിട്ട് ഇങ്ങനെ അങ്ങനെ കുറേ സംഭവം നാട് അല്ല നമ്മുടെ ഓരോ അനുഭവങ്ങളേ. ജോണ്ടി റോഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ജോണ്ടി റോഡ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ക്യാച്ച് എന്താ പറയുക ദക്ഷിണാഫ്രിക്കയിലെ ഫീൽഡറായിരുന്നു. ഭയങ്കര താരമായിരുന്നു. പണ്ട് ഒരു ചൊല്ലുണ്ട്, ഭൂമിയുടെ 4/3 ഭാഗം വെള്ളം, 1 ഭാഗം ജോണ്ടി റോഡ്സിൻ്റെ കൈ, അതിലൊതുങ്ങാത്ത പന്തുകളില്ലെന്ന്. അങ്ങനെയാ പറയാ. വായിച്ചോ അടുത്തത്. അഷിത അപർനാഥ്. തലേബ് പറഞ്ഞ പോലെ ഏറ്റവും നല്ല കമന്റ് ഇടുന്ന ആൾക്ക് അറ്റ്ലീസ്റ്റ് 100 റുപ്പീസ് എങ്കിലും കൊടുക്കണം. വിയർപ്പിന്റെ അസുഖമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് 5000 കൊടുക്കണമെന്നാ പറഞ്ഞ. അവന് പണിയും തോടൊന്നുമില്ല. അപ്പൊ ഒരു മാസം 20,000 രൂപ. അതായത് ഈ ഏകാന്തം തീരം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടണ സുജിത് ചന്ദ്രൻ ഉണ്ട്. ആ സുജിത് ചന്ദ്രന് കൊടുക്കണം എന്നാണ് പറയണത് ഇവര് ഫ്രണ്ട്സ് വന്നിട്ട്. ഏറ്റവും നല്ല കമന്റുകൾ അവനാണ് ഇടുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യണം എന്നാണ് പറയണത്. അപ്പൊ യൂട്യൂബിന്റെ ചില പോളിസികൾ പ്രകാരം നമുക്ക് അങ്ങനത്തെ സമ്മാനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. എന്ത് ചെയ്യും നമ്മൾ? എന്ത് ചെയ്യും മല്ലയ്യ? ഹരിലാൽ. അജുചേട്ടാ, സരിത ചേച്ചി, നിങ്ങൾ തർക്കിച്ച് വഴക്കിടണ്ട. കല്യാണത്തിന് പായസം വയ്ക്കുമ്പോൾ പാചകക്കാർ പായസത്തിൽ പഴം വരട്ടുമ്പോൾ അതിൽ 3-4 നാളികേരം ചരക്കിൽ വൃത്തിയാക്കി ഇടും. അപ്പോൾ ചട്ടകം കൊണ്ട് ഇളക്കുമ്പോൾ നാളികേരം കിടന്ന് ഉലഞ്ഞ് പഴം അടിപൊളിയായി ഉടയും. അങ്ങനെയാണ് അവർ ചെയ്യാറ്. അത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് കേട്ടു. പറഞ്ഞു കേട്ടെ. ഇപ്പം നമുക്ക് ഈ ചിരട്ടയിൽ നാളികേരം ഇടാൻ പറ്റില്ല. കുഞ്ഞൊരു ഉരുളിയല്ലേ നമ്മള് നാളികേരം ഇടണേ. അടിച്ചൂടെ? അടിച്ചെങ്കിൽ എത്ര ടേസ്റ്റിലാ പായസം കുടിക്കായിരുന്നു. എന്തൊരു ടേസ്റ്റ് കുറവ്. ടേസ്റ്റ് കുറവ് തന്നെയായിരുന്നു. അല്ല കുറവല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇനിയും ടേസ്റ്റ് ഉണ്ടായേനെ അത് മിക്സിയിൽ അടിച്ചെങ്കിൽ. ഇനിയൊരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. നമുക്ക് നല്ല സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായാലും പോരാ, അത് നമുക്ക് നല്ല രീതിയിൽ ടേസ്റ്റിൽ കഴിക്കാനും യോഗം വേണം. ചില ദുർവാശികൾ കാരണം കൊണ്ട് നമ്മളത് കളയും. രജിത പ്രവീൺ കുമാർ. സത്യം, ഞാൻ കോഴിക്കോട് നിന്ന് കോട്ടയത്ത് പോകുമ്പോൾ ഒല്ലൂര് കണ്ടു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു അജുവിൻ്റെയും സരിതയുടെയും വീട് ഇവിടെയാണെന്ന്. അപ്പം അവൾ പറയാ അമ്മേനെ ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാം, വരുമ്പോൾ കൂട്ടാമെന്ന്. അടുത്തത് സജി വർഗീസ്. ഹായ് അജുചേട്ടാ, സരിത ജഗ്ഗു. എൻ്റെ പാട്ട് ഇതുവരെ പാടിയില്ല. നീലജലാശയത്തിൽ ഹംസങ്ങൾ. ഇതുപോലെ കട്ടത്തൈര് ഉണ്ടാക്കുന്നതും കാണിച്ചില്ല. 2 ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രം ഒമാൻ. അപ്പം നമ്മുടെ രജി രാജ മാത്രല്ല സജി വർഗീസും പറഞ്ഞിട്ടുണ്ട് നീലജലാശയത്തിൽ പാടാൻ. ഗില്ലി ബോസവർ. ഗില്ലി ബോസ് അടുത്ത വീഡിയോയിൽ ഞാൻ പാടും നോക്കി. ഗില്ലി ബോസ് ഞാൻ കുറച്ച് പഠിച്ചുട്ടാ. ഇപ്പോൾ ഞാൻ പണികൾ എടുക്കുമ്പോൾ എപ്പോഴും പാട്ട് വെച്ചിട്ടാ. ഇപ്പൊ കുറച്ച് നാളുടെ ഹിന്ദി പാട്ടാണ് തലയിൽ കയറിയേക്കണത്. പണ്ടത്തെ ഹിന്ദി പാട്ടുകളില്ലേ, എന്ത് രസാ പാട്ടുകൾ. മഴ പെയ്യുമ്പോൾ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അലിഞ്ഞു പോയില്ലേ. അപ്പോൾ അങ്ങനത്തെ പഴയ ഹിന്ദി പാട്ടുകളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിലാണ് ജ്വരം കയറിയേക്കണത്. ഓരോ സമയത്ത് ഓരോ ഇതുകളാണ്. കറക്റ്റാ. ഗില്ലി ബോസ് എവർ. ആ വക മനസ്സിന്റെ വ്യാകുലതയും ആകുലതയും ഒക്കെ മാറാൻ അജൂസ് വേൾഡ് വീഡിയോ കണ്ടാൽ പോരെ? അജുവേട്ടൻ്റെ വ്യാകുലതകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും. അജൂസ് വേൾഡ് കാണുന്നത് ഒരു ശീലമാക്കൂ. മനസ്സിന്റെ വ്യാകുലതകൾ അകറ്റൂ. അതെ. രശ്മി ഷൈജിത്ത്. ഒരു വ്ളോഗ് കണ്ടു കഴിയുമ്പോൾ അയ്യോ കഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് നിരാശപ്പെടും. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ വ്ളോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അതൊരു അതിമോഹമല്ലേ? എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ പരക്കം പായണ ഇത് ഞങ്ങൾക്കേ അറിയൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നറിയാം. ഒരു വ്ളോഗിൻ്റെ പുറകിലുള്ള ബുദ്ധിമുട്ട് അറിയാഞ്ഞിട്ടല്ല, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാണ് അജുവേട്ടാ, സരിത, ജഗ്ഗുമോനെ. ലവ് യു ഓൾ സോ മച്ച്. ഇതാണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ എടുക്കണ്ടല്ലോ, ഏറ്റവും എളുപ്പമുള്ളത് ഇതാണ്. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും. മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഇതൊന്ന് വായിച്ച് കമന്റ് റീഡിംഗ് എന്ന് പറയും. കമന്റ് റീഡിംഗ് വീഡിയോ എടുക്കണത്. കമന്റ് റീഡിംഗ് വീഡിയോ എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള പണി. ട്രൈപോഡിൽ വെച്ചാൽ മതി. അതിന് മുന്നേ കുറച്ച് പണിയുണ്ട്. എല്ലാ വീഡിയോകളിൽ നിന്നും
കമൻസ് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം. 6-7 വീഡിയോ ഇട്ടുണ്ടാവില്ല നമ്മള്. ആ 7 വീഡിയോകളുടെ 2000-ഓളം കമന്റ് ഉണ്ട്. 2000-ഓളം കമന്റ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഓടിച്ചിട്ടാണ് എടുക്കുക. അല്ലാണ്ട് ഇത് കൈയോടെ എടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതല്ല. പെട്ടെന്ന് ഓടിച്ച് അപ്പൊ ചിലതൊക്കെ കണ്ണിൽ പെടാണ്ട് പോവും. ബാക്കിയുള്ളവരെ കിട്ടുന്ന പറഞ്ഞാൽ പോയില്ലേ. അങ്ങനെയാണ് പോണത് ഒരു ഇതൊക്കെ. അടുത്തത് മീന സുരേഷ്. അജു നന്നായി, നല്ല തീരുമാനം. ഇത് ആവശ്യമല്ല, അത്യാവശ്യം തന്നെയാണ്. റോഡ് പണിയിലേ നമ്മുടെ റോഡ് പണിയിലെ ആളുകൾ കാണുന്നതല്ല, ഇവിടെ വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കമന്റ്സ് ഇങ്ങനെ വരുമോന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഈ കാശ് പാവങ്ങൾക്ക് കൊടുത്തൂടെ, നിങ്ങൾക്ക് കിട്ടണ കാശ് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് വരാറുണ്ടല്ലോ. എല്ലാവർക്കും എന്തൊരു ഇഷ്ടമായി. അപ്പൊ നമ്മളോടുള്ള ഇഷ്ടമാണ്. സ്വന്തം വീട്ടിലേക്ക് ഒരു വഴി ശരിയാക്കണ പോലെയാണ് എല്ലാവരുടെയും സന്തോഷം. കാരണം എല്ലാവരും പറയണേ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റിന്റെ അവിടെ നിന്ന് കടക്കുമ്പോൾ അവിടെയാണല്ലോ ബാക്കി 5 വീടുകൾ. അവരുടെ അവിടേക്കുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയില്ല, നല്ല റോഡല്ല, മറ്റേ ബേബി മെറ്റലിട്ടിട്ട് ചെളി ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വണ്ടി കയറ്റുമ്പോഴൊന്നും അവരെ കാർ പോർച്ചിലായാലും അവരുടെ മിറ്റത്തായാലും ഒരിക്കലും ചെളി വരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ടാണ് ചെളി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പണിസ്ഥലം തൊട്ട് നമ്മുടെ വീട് വരെ, നമ്മുടെ വീട് ഏറ്റവും പിന്നെ കുറേ വഴി ഇങ്ങോട്ട് വരണം. അപ്പോൾ ഈ പിന്നിലേക്ക് വരെയും മോശം വഴിയായിട്ടൊക്കെ എടുക്കണം. അപ്പോൾ ഈ വഴി നമ്മൾ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ പലർക്കും തോന്നാറുണ്ടായിരുന്നു എന്നാണ് പറയണത്. എപ്പോഴും വിചാരിക്കും ഈ വഴിയൊന്ന് ശരിയാക്കി കൂടെ എന്ന് വിചാരിക്കാറുണ്ട് പറഞ്ഞിട്ടാണ് കമൻസ് കുറേ വന്നിട്ടുള്ളത്. നിബു ജോൺ. ഇന്റർലോക്ക് ചെയ്യുമ്പോൾ വഴിക്ക് വീതിയും കൂടും, നല്ല ഭംഗിയും കിട്ടും. ഇന്റർലോക്ക് ചെയ്യുമ്പോൾ വെള്ളം നിൽക്കില്ല, വെള്ളം താന്നോളും. അതെ, വെള്ളം നമ്മൾ കോൺക്രീറ്റ് ചെയ്യണില്ലല്ലോ, വെറുതെ വെച്ച് പോലെ. അപ്പോൾ വെള്ളം താന്നോളും. അയൂബ് ഖാൻ. വർഷങ്ങളായി നിങ്ങളുടെ വീഡിയോ കാണുന്ന ഉമ്മയാണ്. ഭയങ്കര ഇഷ്ടമാണ് മക്കളെ നിങ്ങളെ. ഒരു കോമ്പൗണ്ടിൽ 6 പേരുടെ വീടൊക്കെ കാണാപ്പാടാണ്. എങ്കിലും കുറേ നാളെ ആഗ്രഹം. നിങ്ങളുടെ മെയിൻ റോഡിനകത്തോട്ട് ആദ്യം കാണുന്നത് ആരുടെ വീടെന്ന് പറഞ്ഞ് ബാക്കിലോട്ട് നിങ്ങളുടെ വീടും പിന്നെ ബാക്കിലേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കുമോ? ഇപ്പോൾ വഴി കാണിച്ചില്ലേ ഗേറ്റ് മുതൽ അങ്ങനെ. എന്നിട്ട് 2 സൈഡ് ആരുടെയൊക്കെ വീടുകളെന്ന് പറയുമോ? നിങ്ങളുടെ ഫ്രണ്ട് പറമ്പ് ഏതുവരെയെന്നും കാണിക്കുമോ? വെള്ള നിറത്തിലുള്ള കമ്പി വേലിയുടെ ഫ്രണ്ടിലോട്ട് ഏതുവരെ ഉണ്ടെന്ന് പറഞ്ഞു തരുമോ? പിന്നെ അത് നമ്മുടെ റോഡ് പണി കഴിയട്ടെ, റോഡ് പണിയിൽ നമുക്ക് പറയാം. റോഡ് പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ ഫൈനൽ അതിന്റെ വീഡിയോ ഇടില്ലേ, അപ്പോൾ ഗേറ്റിന്റെ അവിടെ തൊട്ട് ഓരോ വീടുകൾ പറഞ്ഞിട്ട് നമ്മൾ 6 സഹോദരങ്ങൾ ഒരു കോമ്പൗണ്ടിൽ എന്ന് പറഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ഓരോരുത്തരുടെ വീടും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ആ വീഡിയോ എടുത്ത് കണ്ടു നോക്കിയാലും മതി, അറിയാൻ പറ്റും. അടുത്തത് ഗീതമ്മ സുഭാഷ്. അജുവേട്ടാ, സരിത 24-ലെ തമ്മിൽ കണ്ടു. നിങ്ങളുടെ 24-ലെ 24 എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ പോലെ 24 എന്ന് പറഞ്ഞത് 24 അല്ലേ? രണ്ടുപേരുടെ അഭിപ്രായം കേൾക്കാൻ ഞാൻ ടിവിയുടെ മുന്നിൽ കണ്ണും കാതും തുറന്നിരിക്കരുത്. പക്ഷെ നിങ്ങൾ അധികം ഒന്നും സംസാരിച്ചില്ല. ഞാൻ ടി വി ആണ് നാളെയേ അല്ല, നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ ഞാൻ എൻ്റെ ഭർത്താവിനും കാണിച്ചു കൊടുത്തു. നാസർ അഹമ്മദ്. ഓണക്കാലം വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി നിൽക്കെ അജൂസ് വേൾഡിന്റെയും കുടുംബത്തിന്റെയും വഴികളൊക്കെ നയനമനോഹരമായി തീരട്ടെ. ഇന്നത്തെ വീഡിയോ മുഴുവനും അജുവിന്റെ തിരക്ക് പിടിച്ച നടത്തമായിരുന്നു. എല്ലാം ഒരു നല്ലതിന് വേണ്ടിയായി തീരട്ടെ എന്നാഗ്രഹിക്കട്ടെ. മുന്നും പിന്നും നോക്കാതെയുള്ള അജുവിന്റെ പല പ്രവർത്തികൾക്കും കരുതലിന്റെ കാവലായി സരിത കൂടെയുള്ളത് നല്ല തന്നെ. എന്ത് കാര്യം? ഒരു കാര്യമില്ല, കാവല് നിൽക്കാൻ തന്നെയുള്ളൂ. ചേട്ടന് തോന്നി തന്നെ ചെയ്യും. കാലങ്ങളായി അടുക്കി വെച്ചിരുന്ന കല്ലുകൾ എടുത്തു മാറ്റുമ്പോഴും കല്ലുകൾക്കിടയിൽ ഇഴജന്തുക്കൾ മുട്ടയിട്ടിരിക്കാൻ സാധ്യതയുള്ളതാണ്. കുറച്ച് നീളമുള്ള കമ്പവും മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് കല്ലുകളൊക്കെ ആദ്യം ഒന്ന് ചലിപ്പിക്കണം. അതിനുശേഷം മാത്രമേ കൈ കൊണ്ടെടുക്കാവൂ. എന്തായാലും ആ സന്ദർഭത്തിൽ സരിതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സരിത അത് പറയുകയും ചെയ്തു. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയി എന്നും നിങ്ങൾ നീണാൽ വാഴട്ടെ. നമുക്ക് പേടിയാവും അങ്ങനത്തെ സ്ഥലത്തൂടെ നടന്നു പോകാൻ തന്നെ പേടി. ഇത് അതിന് വിളിക്കുന്ന നേരെ കൈയിടും പോയിട്ട്. അഞ്ജന അഞ്ജൂസ്. ഹലോ സരിത മോളെ, അജു, ജഗ്ഗുമോനെ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ വീഡിയോസ് എല്ലാ ദിവസവും കാണാറുണ്ട്. കണ്ട ആ കാക്ക വന്നു. ഈ കാക്കയ്ക്ക് കമന്റ് റീഡിങ് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ലാന്നുകൊണ്ട് അത് ഫ്രണ്ട് ഇരുന്ന് കൂക്കി എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോസ് എല്ലാ ദിവസവും കാണാറുണ്ട്. ഞാൻ അങ്കണവാടിയിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു. അംഗൻവാടി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ആദ്യം തന്നെ നിങ്ങളുടെ വീഡിയോ കാണും. അതൊരു സ്ഥിരം പതിവായി മാറി. മക്കൾ 2 പേരും ചോദിക്കും, അജൂസ് വേൾഡ് കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരില്ലേ എന്ന്. എനിക്കിന്ന് വളരെ വിഷമമായി. ഞാൻ ആദ്യമായിട്ടാണ് കമന്റ് ഇടുന്നത്. ഞങ്ങൾ 6 സഹോദരിമാരും ഒരു സഹോദരനുമാണ്.
അതെ. ഇവിടുത്തെ നേരെ തിരിച്ച്. ഇന്ന് ഞങ്ങൾ 6 പേരും കൂടി കേരള പഴനിയിലേക്ക് വന്നു. ഇവിടേക്ക് നിങ്ങളുടെ വീട് അവിടെ അടുത്താണെന്ന് അറിയാം, പക്ഷെ എനിക്ക് വരാൻ സാധിച്ചില്ല. നിങ്ങളെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു കേട്ട് എല്ലാ സ്ഥലവും നല്ല പരിചയമാണ്. പുത്തൂര്, ചോച്ചേരിക്കുന്ന്, മതിക്കുന്ന് എല്ലാം നല്ല പരിചയമുള്ള സ്ഥലങ്ങൾ. പിന്നെ ബസ്സിൽ പോകുമ്പോൾ ഹൈലൈറ്റ് മാൾ കണ്ടു, പക്ഷെ മോളുടെ കട കണ്ടില്ല. എൻ്റെ വീട് ഗുരുവായൂർ പോകുന്ന വഴി ചൂണ്ടൽ എന്ന സ്ഥലത്താണ്. എനിക്ക് 8 വർഷമായി മുട്ടുവേദനയും വാദത്തിൻ്റെ അസുഖവും BP-യും ഷുഗറും എല്ലാം ഉണ്ട്. എന്നെങ്കിലും നേരിൽ കാണാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ അനില മോഹനൻ. വരുന്ന ഞായറാഴ്ച എൻ്റെ കമന്റ് വായിക്കും എന്ന് വിചാരിക്കുന്നു. ദാ വായിച്ചിരിക്കുന്നു. സരിതര അതിലെ വരുമ്പോൾ സരിതര കട കാണില്ല, അത് അങ്ങോട്ട് സർവീസ് റോഡിലാണ്. ഇത് ഹൈലൈറ്റ് മാളിന്റെ മുന്നോടെയല്ലേ വണ്ടിയിൽ പോകുന്നത്. അപ്പൊ ഇതിൽ കൂടെ ഒക്കെ വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, ഇവിടെ തൊട്ടടുത്ത് കൂടെ പോയില്ലോ, അതാണ് വിഷമായി നേടിയേക്കണം അല്ലേ. കുറച്ച് ദൂരമുള്ളോ. അടുത്തത് ത്വായിബ. ഞാൻ നടക്കാൻ കഴിയാത്ത ഒരാളാണ്. എൻ്റെ അവിടെ തീരെ വഴിയില്ല, ഹോസ്പിറ്റലിൽ പോവാൻ കഴിയില്ല, പോവാറുമില്ല, വഴിയില്ലാത്തത്. കുണ്ടാജുവേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. വഴിയില്ലാത്ത ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണമെങ്കിലത്തെ കാര്യം. ഹോംലി ഡയറി ബൈ ജീന. ഈ സ്വർണ്ണപ്പണിയിൽ ഇപ്പോഴും പണിയുണ്ടോ? അത് ആരാണ് നടത്തുന്നത്? അതുകൂടി കാണിക്കാൻ പറ്റുമോ? സ്വർണ്ണപ്പണി സ്ഥലം ചേട്ടൻ കാണിച്ചല്ലോ. അവിടെ പണി നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഇല്ലേ. ഇപ്പോൾ പണി കുറവാണ്, പണ്ടത്തെ പോലുള്ള പണിയൊന്നുമില്ല. പണ്ടൊക്കെ എല്ലാ ദിവസവും പണി ഉണ്ടായിരുന്നു. അത് ചേട്ടന്മാര് 24/7 പണിയായിരുന്നു. അനിയനും കൂടിയിട്ടാണ് നടത്തുന്നത്. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. നല്ല തീരുമാനം. റോഡ് വൃത്തിയാക്കിയപ്പോൾ തന്നെ സൂപ്പറായി. ടൈല് കൂടി വന്നാൽ അടിപൊളി. എൻ്റെ വീട്ടിലേക്ക് നടന്നു വരാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, നടവഴി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് അറ്റാക്ക് വന്നപ്പോൾ അയൽപ്പക്കത്തുള്ളവർ എടുത്തുകൊണ്ട് 300 മീറ്റർ അകലെയുള്ള റോഡിൽ എത്തിച്ചു. അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവസാനം ഡോക്ടർ പറഞ്ഞു കുറച്ച് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നാണ്. ദയവായി ആരും റോഡിനും കുടിവെള്ളത്തിനും കറന്റിനും തടസ്സം നിൽക്കാതെ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരോട് സഹകരിക്കണം. അതുകൊണ്ട് പുണ്യമേ കിട്ടൂ. വൈപ്പിനിൽ പോയി കൊച്ചിരാണി ചേച്ചിയുടെ വീട്ടിലേക്കും പോണത് ഇങ്ങനെ ഇടവഴിയോടെ പോയിട്ടാണ്. നടക്കാനേ പറ്റുള്ളൂ. നമ്മള് മറ്റേ ഉണ്ണി OMK ഉണ്ണിയുടെ വീട്ടിൽ അവിടേക്ക് പോയി ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ അങ്ങനെയാണ്, വീതിയിൽ വഴിക്ക് ആരും കൊടുക്കില്ല. വഴിയുടെ അവിടെയൊക്കെ സ്ഥലത്തിന് അത്രയും വിലയല്ലേ, എന്തോ ചെയ്യാൻ പറ്റും. നെവിൻ ഫെർണാണ്ടസ്. എന്തായാലും വഴി വൃത്തിയാക്കാനുള്ള തീരുമാനം വളരെ നന്നായി. മഹാഗണി വീട്ടുപറമ്പിൽ വെക്കരുതെന്നുള്ളത് വളരെ സത്യമാണ്. ഞാനും അനുഭവസ്ഥനാണ്. അടുത്തൊക്കെ വീടുകൾ ഉള്ളതുകൊണ്ട് നാട്ടുകാരുടെ സ്ഥിരമായുള്ള പരാതി മൂലം വീട്ടിലുണ്ടായിരുന്ന എല്ലാ മഹാഗണികളും വെട്ടിമാറ്റി. മഹാഗണിയുടെ വേര് പിഴുതതിൽ നല്ലതുപോലെ കിട്ടിയതൊന്നും കളയണ്ട. അതിനെ വാർണിഷ് ചെയ്ത് വീടിനുള്ളിൽ അലങ്കാര വസ്തുവാക്കിയിട്ട് ഉപയോഗിക്കാം. കുറച്ച് കലാപരമായിട്ടൊക്കെ ചെയ്യാമെങ്കിൽ ഒരു ചെറിയ സ്റ്റാൻഡ് പോലെയൊക്കെ ആക്കി വെക്കാം. അടിപൊളി. എത്ര പേര് പറിച്ചു? 10-15 എണ്ണം. അതിൻ്റെയൊക്കെ വേര് കൊണ്ടെന്ന് വെച്ചാ വീട്ടില് പിന്നെ ഇവിടെ സ്ഥലം. പിന്നെ മാത്രല്ല അത് തുടക്കം ഭംഗിയുണ്ടാവും, പിന്നെ അത് പൊടി പിടിക്കും. ഈ മരത്തിന്റെ വേരുകൾ ഇങ്ങനെ നിറയെ പോവല്ലോ, അതിന്റെ കിടുക്കുകളിലൊക്കെ പൊടി ഇരിക്കണതിനൊക്കെ കുഞ്ഞ് ബ്രഷ് ഇട്ട് തുടച്ച് ക്ലീനാക്കി എപ്പോഴും ക്ലീനാക്കി വെക്കണം. വീട്ടില് സ്ഥിരം ജോലിക്ക് ആള് വേണ്ടി വരും. അങ്ങനെയാണെങ്കിലൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അലീന സിജോ. ഞാൻ ഷാർജയിലാണ്. നിങ്ങളുടെ കടലപ്പരിപ്പ് പായസം ഞാനും ട്രൈ ചെയ്തു. ക്ഷമ കുറച്ച് കൂടുതലായതുകൊണ്ട് 7 വിസിൽ വേണ്ടി വന്നു പരിപ്പ് വേവാൻ. ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ടിൻഡ് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്തത്. എന്നാലും സംഭവം സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീട് മറ്റമാണ്. നമ്മുടെ നാളികേരപ്പാൽ ചേർക്കണ ആ ടേസ്റ്റ് കിട്ടില്ലായിരിക്കും. ഇങ്ങനെയല്ല അത് ഈ ഇവനൊരു ഗുണ്ടാന്ന് പറയുന്ന പോലെ ഇവനും ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും വർഗീസ്. എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ആണ്. മഴ വന്നാൽ ഫുൾ വെള്ളം കെട്ടി നിൽക്കും. അതൊന്നും മാറുമ്പോൾ പപ്പ മണ്ണിടും. പിറ്റേ വർഷവും ഇത് തന്നെ പരിപാടി. അങ്ങനെ വീടിന്റെ മുന്നിൽ ഒരു തിണ്ണയുണ്ടായിരുന്നു, 3 സ്റ്റെപ്പും. അതെല്ലാം മണ്ണിന്റെ അടിയിലായി. അതൊക്കെ ഒരു കാലം. എന്തായാലും വഴി വൃത്തിയാകുമല്ലോ. അങ്ങനെ മണ്ണ് കയറ്റിട്ട. ജോബീന. ഒരു സംശയം, നിങ്ങളുടെ സ്ഥലം മാത്രം എന്താ ഇത്ര ഉള്ളിലേക്കായേ? ചേട്ടന്മാരുടെ വീടിന്റെയും നിങ്ങളുടെ വീടിന്റെ ഇടയിൽ കുറേ സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. അത് വേറെ ആൾക്കാരുടെ സ്ഥലമാണോ? ഒഴിഞ്ഞെടുക്കണത് വലിയേട്ടന്റെ സ്ഥലം. അത് അതായത് എല്ലാവർക്കും ഭാഗം വെച്ചു ഇങ്ങനെ എല്ലാവർക്കും അവരവരുടെ സ്ഥലത്തിനോട് ചേർന്ന്. അല്ല ചേട്ടന് പിന്നെ പിന്നിൽ വീട് വയ്ക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. വേറെ എനിക്കൊരു സ്ഥലത്ത് പോകാൻ ഇഷ്ടം നടന്നില്ല. അപ്പോൾ ഇവിടെ എന്നെ ചോദിച്ച് വാങ്ങിച്ചിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഈ സ്ഥലം നമ്മൾ
സ്വർഗതുല്യമാക്കി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അതെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട് സ്വർഗ്ഗമാണ്. അതന്നെ. അടുത്തത് ഏകാന്തം ഈ തീരം. വീണ്ടും കമന്റ് ഇട്ടുണ്ട് സുജിചന്ദ്രൻ. എല്ലാ പരിപാടികളും നടക്കുന്നു, ഏറുമാടം മാത്രം തദൈവ. ഒരു 6 കൊല്ലം മുന്നേ ഏറുമാടം ഇപ്പൊ ശരിയാവും, നിനക്ക് ഫ്രീ ആയി തരും എന്ന് സരി ചേച്ചി വമ്പ് പറഞ്ഞതാ. എവിടെ? അമ്പലക്കൊമ്പന്റെ തുഞ്ചത്തിരുന്നിട്ട് വമ്പത്തം മോതുന്ന ചമ്പക്കിളി. മിനിഞ്ഞാന്ന് നമ്മുടെ ഈ ഏറുമാടം ശരിയാക്കാൻ പാലക്കാട് നിന്ന് ഏറുമാടം ഉണ്ടാക്കി കൊടുക്കുന്ന, അതായത് അതൊക്കെ മോളോണ്ടൊക്കെ പൊതിഞ്ഞ് ചെയ്യുന്ന ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നോക്കി പോയിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു, വളരെ ചിലവ് ചുരുക്കിയ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പോയി. ഇനി നോക്കട്ടെ അല്ലേ? എന്തുട്ട് എന്നോട് പറയണേ? അവരെ വിളിച്ചതും വന്നതും പോയതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇവിടെ തീരുമാനിക്കും. അശ്വതി VS. മഹാഗണിയുടെ കാര്യത്തിൽ എന്നല്ല, എല്ലാ കാര്യത്തിലും അജുവിന് അല്പം എടുത്തുചാട്ടം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പില്ല. ഇപ്പോൾ എങ്ങനെ എന്നറിയില്ല, വീഡിയോസ് കണ്ടിട്ട് കുറേ നാളായി. സരിത, പണ്ട് താങ്കളെ കളിയാക്കുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്, ആളുകളുടെ മുന്നിൽ കളിയാക്കുന്നു എന്ന്. ബട്ട് സരിത ദീർഘവീക്ഷണം ഉള്ള കൊച്ചാണ്, എന്തും ആലോചിച്ചും കണ്ടുമേ വർത്തമാനം പോലും പറയുകയുള്ളൂ. വളരെ ബുദ്ധിമതിയും ഒതുക്കവും ഉള്ള സ്ത്രീ. പുള്ളിക്കാരി പറയുന്നത് കേൾക്കാതെ എൻ്റെ സ്ഥലമല്ലേ ഞാൻ വെക്കും എന്ന ലാഘവത്തോടെ നിങ്ങൾ മരം വെച്ചു. ഇപ്പൊ ഇരട്ടി നഷ്ടവുമായില്ലേ? പുള്ളിക്കാരി വഴക്ക് പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. ആ കാശ് അവരുടെയും അവരുടെ മക്കളും അനുഭവിക്കേണ്ടതാണ് അല്ലേ? ഇനി എന്തു തീരുമാനമെടുക്കുമ്പോഴും സരിതയോട് ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. അതിൽ കുറച്ചിലൊന്നും കാണണ്ട, നഷ്ടങ്ങൾ കുറയ്ക്കാം. പിന്നെ മതിലും കൂടി ഒന്ന് വൃത്തിയാക്കി വെള്ളം അടിക്കൂ, അല്ലേ പിന്നെ മതിൽ പൂശുമ്പോൾ തറ ഒക്കെ വൃത്തികേടാകും. പിന്നെ അത് കഴുകി ഇരട്ടി ചിലവ് വരും. സരിതയോട് അതും അഭിപ്രായം ചോദിച്ചു ചെയ്യൂ, നിങ്ങളുടെ സ്ഥലം തന്നെയാണ് എന്ന് കരുതി ഈ മണ്ടൻ പരിപാടി ഒപ്പിച്ച് വെച്ച് ഇരട്ടി നഷ്ടം ഉണ്ടാക്കേണ്ട. സ്ഥലവും ബുദ്ധിയും നിങ്ങൾക്ക് ദൈവം ഒരുമിച്ച് തന്നില്ല, ഭാഗ്യത്തിന് ബുദ്ധിമതിയായ ഭാര്യയെ തന്നു. എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല, നിങ്ങളുടെ ഭാഗ്യമാണ് സരിത. ആർഭാടം കാണിക്കുന്ന കൂട്ടത്തിൽ ഉള്ള ആളല്ല സരിത. അത്യാവശ്യ കാര്യങ്ങൾക്ക് പിശുക്കും കാണിക്കുന്നില്ല, അധ്വാനിക്കാൻ ആൾക്ക് മനസ്സുമുണ്ട്. എനിക്കിഷ്ടമാണ് സരിതയെ ഇപ്പോൾ, പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്തൊരു അഹങ്കാരി എന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാലം മാറിയപ്പോൾ, പല ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഇങ്ങനെ വേണം സ്ത്രീകൾ എന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് അജു പാവമാണ് കേട്ടോ, ഇച്ചിരി എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. പാവം, എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഓക്കെ, എല്ലാം എത്രയും വേഗം സെറ്റാകട്ടെ. മഹാഗണി വെച്ച് അത് വലുതാവും, അത് ഇത്രയ്ക്ക് വലിപ്പം വരുന്നു നമുക്കൊന്നും അറിയില്ല. അതാണ് ചേട്ടൻ്റെ കുഴപ്പം. അല്ല, മഹാഗണി മരം വെച്ച് നമുക്ക് അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മളിതൊക്കെ മുന്നോട്ട് പോരെ കാര്യങ്ങൾ. അല്ല, ഒരു മരം വെച്ച് കഴിഞ്ഞാൽ അത് വലുതാവുമ്പോ എങ്ങനെയാവുന്നു? ആ മരം വെച്ച് വലുതായാലും നമുക്ക് മനസ്സിലാവുള്ളൂ. അതിപ്പോ ഏത് മരമായാലും വലുതായി കഴിഞ്ഞ് ചിലത് വെട്ടിക്കളയേണ്ടി വരും. എത്ര മരങ്ങൾ വെട്ടിക്കളഞ്ഞു? അല്ല, മഹാഗണി മാത്രല്ല, പല മരങ്ങൾ വെട്ടിക്കളയുന്നു. ഇവിടെ നമ്മൾ വീട് വെച്ച സമയത്ത് മരങ്ങൾ വെച്ചേക്കണ് കണ്ടിട്ട് എന്തോരം പേര് ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അളിയൻ വരെ പറഞ്ഞത്, എന്താ ജു ഇങ്ങനെ ഇത്ര അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവാ? മറ്റേ എൻ്റെ അടുത്ത് നിർമ്മല ആൻറ്റി, ബോംബെയിലത്തെ ആൻറ്റീൻ്റെ മോനില്ലേ നിമലും പ്രിയൊക്കെ അന്ന് വന്ന്, നിമൽ എന്നോട് പറഞ്ഞു അവർ വീട് മാറുക സമയത്ത് ഇവിടെയൊക്കെ തൈകൾ വെച്ചേക്കാം, മരത്തൈകൾ ഇങ്ങനെ നിറച്ച് നട്ടു കൊടുത്തേക്കണേ. ഇതൊക്കെ വൻവൃക്ഷങ്ങളാവണ മരങ്ങളാണ്, അവർക്ക് പോലും അറിയാം. അവർ ബോംബെയിലാണ്, എന്നിട്ട് പോലും അവർക്ക് അറിയാം ഈ മരമൊക്കെ വലുതായി. അപ്പോൾ അവൻ എന്നോട് പറയാ, ചേച്ചി കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കുരങ്ങന്മാരെ പോലെ മരത്തുമേ കൂടെ ചാടി ചേച്ചിയുടെ വീട്ടിലേക്ക് വരേണ്ടി വരും. അതുപോലെയുള്ള ഇവിടെ ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങോട്ട് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചേ അന്ന്. ആ മരങ്ങളൊക്കെ ഇവിടെ നിറച്ച് നിൽക്കുമ്പോ ഒരു നല്ല ഇവിടുത്തെ സുഖം മനസ്സിലായിട്ടില്ലല്ലോ. ഇവിടെ നിൽക്കുമ്പോ ഇപ്പൊ ഈ ഏരിയയിൽ നിൽക്കുന്നതും ഈ ഏരിയയിൽ നിൽക്കുന്നതും ഭയങ്കര വ്യത്യാസമായി. ഇവിടെ ഭയങ്കര സുഖ, ഈ സൈഡില് ആളുകൾ വന്ന്
സുഖം കൂടിയിട്ടാണോ മോൻ എന്നിട്ട് അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ്? അത് പിന്നെ ഈ മൂത്ത മരങ്ങൾ നിറച്ച് കാര്യമില്ലോ, ഫ്രൂട്ട്സിന്റെ ഇത് വെക്കുന്ന വിചാരിച്ചിട്ട് അവിടേക്ക് മാറ്റിയത് കുറെ. എല്ലാത്തിനും മറുപടി ഉണ്ട്. അല്ലാണ്ട് ഞാൻ മറുപടിയിലാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം വെച്ച് മാറ്റുമ്പോ വെച്ചത് മാറ്റിയിട്ട് വേറെ വെക്കുമ്പോ ഒരു ന്യായീകരണം വേണ്ടത് എന്തിനാന്നുള്ളത് പറയണ്ടേ. ഇപ്പൊ വളരെ ഭംഗിയായില്ലോ. അടുത്തത് എന്തായാലും ദീർഘമായ കമന്റ് ആയി, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. മോളി ആൻഡോ, പല ജില്ലകളിലെ സ്ലാങ്ങിനെ കുറിച്ചുള്ള സംവാദമായിരുന്നെങ്കിൽ തൃശ്ശൂർ സ്ലാങ്ങിൽ അജു ഒരു കലക്ക് കലക്കിയേനെ. നല്ല കോമഡി സബ്ജക്റ്റിൽ ഉള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. 24 നമ്മൾ തമ്മിൽ പങ്കെടുത്ത കാര്യം പറയുന്നത് അത് 2 പാർട്ടായിട്ടായിരുന്നു കേട്ടാ. രണ്ടാമത്തെ പാർട്ടിലാണ് പിന്നെയും കുറച്ചെങ്കിലും നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അത് ഞാൻ പറയണത് മാത്രം കട്ട് ചെയ്തിട്ട് അവര് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് എന്തോരം പേര് അയച്ചിരുന്നു. എന്തോരം പേര് അത് എനിക്ക് അയച്ചിരുന്നേ. നന്നായി. കൃഷ്ണപ്രിയ, ഞാൻ അജുവേട്ടന്റെ സരിതയുടെ ഒപ്പമാണ്, വിവാഹമാണ് ഇഷ്ടം. അതിൽ കുറെ പേരുടെ അഭിപ്രായമാണ് നമ്മൾ ഇതിനടുത്ത്. കൂടുതൽ പേര് അഭിപ്രായം കണ്ടമാനം പേര് 99.99% പേരും വിവാഹത്തെ അനുകൂലിക്കും. ഒരാള് മാത്രം കമന്റ് ഞാൻ കണ്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ചെയ്യണേനേക്കാളും ഭേദം ലിവിങ് ടുഗദർ അല്ലേ ചോദിച്ചിട്ട് ഒരാള് മാത്രം ഇട്ടേക്കണ് കണ്ടിട്ടുള്ളൂ. പിന്നെ ആ ചേട്ടൻ എടുത്തിട്ടുണ്ട് ആ കമന്റ്. സുകുമാരി മഠത്തിൽ, ഇത്തരം പരിപാടി നമ്മുടെ സമൂഹത്തെ ദുഷിപ്പിക്കും. കുടുംബം നിലനിൽക്കണം. ലിവിങ് ടുഗെദർ ഏറ്റവും വെറുപ്പുള്ള കാര്യം. അജു പറയുന്നതിനോട് 100% യോജിപ്പ്. ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു. 54 കൊല്ലമായി. ഇനിയും ഒരു 50 കൊല്ലം കൂടി ഒരുമിച്ചിരിക്കണം എന്നാണ്. രാഹുൽ ഈശ്വറിന് ഒരു ബിഗ് സല്യൂട്ട്. അടുത്തത് വിമല, അജൂസ് ഫാമിലി മെമ്പേഴ്സ്, ഞാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോ കണ്ടു. കാരണം നിങ്ങൾ രണ്ടുപേരുമുള്ള ഷോ കണ്ടു. ഒരിക്കലും ലിവിങ് ടുഗെദറിനെ അനുകൂലിക്കുന്നില്ല. നമുക്ക് നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള വിവാഹം തന്നെയാണ് ഉത്തമം. ഏത് തലമുറ വന്നാലും അതിനു തന്നെയാണ് കെട്ടുറപ്പ്. സുഖമായാലും ദുഃഖമായാലും പരസ്പരം ബഹുമാനം, സ്നേഹം, വിട്ടുവീഴ്ച ഒക്കെ ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് പറ്റിയ ഷോ അല്ല എന്ന് അവിടെ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് രാവിലെ കണ്ടതും കമന്റ് ഇട്ടത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശ്രീകല, ഞാൻ ലവ് മാരേജ് ആണ്. 28 വർഷമായി. ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നല്ല ഭർത്താവിനെയാണ് കിട്ടിയത്. സുമതിയം, അറേഞ്ച്ഡ് മാരേജും ലവ് മാരേജും നല്ലതാണ്. എന്തായാലും രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയും ബഹുമാനം കൊടുത്തും അന്യോന്യം സഹായിച്ചും ജീവിക്കുന്നിടത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കറക്റ്റ്. ശരിക്കും അജുവിനും അഭിനന്ദനങ്ങൾ. ഇനിയും വേദികൾ കിട്ടട്ടെ. ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജോ എന്നുള്ളതല്ല, രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക. എങ്ങനെയായാലും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. നമ്മുടെ അതേ അഭിപ്രായം ഒരിക്കലും അപ്പുറത്തെ നിൽക്കുന്ന ആള് തികച്ചും വേറെ സാഹചര്യത്തിൽ ജനിച്ചു വളർന്നേക്കണ ആളാണ്. എല്ലാ കാര്യങ്ങളിലും ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കൾക്ക് തന്നെ വേറെ വേറെ അഭിപ്രായങ്ങളാണ് ഒരേ സ്ഥലത്ത് ജനിച്ചു വളർന്നവർക്ക്. അപ്പൊ പിന്നെ വേറൊരു സാഹചര്യത്തിൽ ജനിച്ച ആളാവുമ്പോ എങ്ങനെയാലും വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ പൊരുത്തപ്പെട്ട് പോവാ. അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരാൾ അടിമയായിരിക്കും. അതെ, എവിടെയും വഴക്കും. ഇന്നേ വരെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലം ഞങ്ങൾ തമ്മിൽ ഇതുവരെ പിണങ്ങിയിട്ടില്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം അതിലൊരാൾ അടിമ. ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. മറ്റേ സിനിമയിൽ കണ്ടിട്ടില്ലേ, തലയണ മന്ത്രത്തില് തങ്കൂ. സമാധാനപരമായ കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ നല്ലതാണ്. മറ്റേ ശങ്കരാടി, പക്ഷെ മറ്റേ എന്നിട്ട് ശങ്കരാടി പാചകക്കാരനാണ്. ഉപ്പിടണോ മറ്റേ ഇടണോ എന്നൊക്കെ വെച്ചിട്ട്, ഡാർലിംഗ് ഉപ്പിടണോ, ചിക്കൻ കറിക്ക് വറുത്തരിച്ചോളൂ തങ്കു. സുകുമാരി എല്ലാവരും അവിടെ ഭാര്യമാരെയാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. അവര് കണ്ട ഒരു വഴക്കൂല കുഴപ്പമില്ല, അവര് ജീവിക്കുന്നത് കണ്ട. അപ്പൊ അതിന്റെ അർത്ഥം ഒരാൾ അടിമയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ രസമായിരിക്കും. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ചേട്ടന് തല്ലൂടുന്നത് തീരെ ഇഷ്ടമല്ല. തല്ലൂടുന്നത് ഇപ്പൊ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ എന്തിട്ടെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ സംസാരിച്ച് ചേട്ടൻ പറയണ കാര്യം ഇതാണ്, എനിക്ക് വഴക്കുണ്ടാക്കണത് ഇഷ്ടമല്ല. അപ്പം ഞാൻ പറയാം, പിന്നെ എനിക്കാണോ ഇഷ്ടം വഴക്കുണ്ടാക്കാൻ? അപ്പം ഞാൻ ചേട്ടനോട് പറയും, ചേട്ടൻ നമ്മൾക്ക് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചേട്ടൻ പറയണതിനെ എല്ലാതും മൂളി നിൽക്കണേ ചേട്ടൻ ഒരു കീ കൊടുക്കണം. വല്ല പാവേന കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അപ്പം അത് ഒന്നും മിണ്ടില്ല. ചേട്ടൻ കീ കൊടുക്കണതനുസരിച്ച് അത് പൊക്കോളും. അപ്പം പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചാൽ? ഞാൻ എൻ്റെ അഭിപ്രായം പറയണതാണെന്ന് ഞാൻ പറയാപ്പോൾ. അങ്ങനെ. ലിമി ശശി, നിങ്ങളുടെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും. നിങ്ങൾക്ക് പറ്റിയ വേദിയല്ല, കൈമിടുക്കുള്ളവൻ കാര്യക്കാരൻ. എനിക്ക് ആദ്യം തോന്നിയ കാര്യം നിങ്ങൾ ഏതായാലും തുറന്നു പറഞ്ഞു, സന്തോഷം. കൈമിടുക്കുള്ളവൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണേ. നമുക്ക് ഇങ്ങനത്തേനൊന്നും ചർച്ചകൾക്കൊന്നും ഒരു ശീലമില്ല. അവരൊക്കെ ഇതൊക്കെ പയറ്റി തെളിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരാണ്. രാഹുൽ ഈശ്വറിനൊക്കെ അറിഞ്ഞൂടെ? എപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ എപ്പോഴും സജീവ സാന്നിധ്യമായിട്ടുള്ള ആളാണ്.
നല്ല അറിവും നല്ല വിവരമൊക്കെ ഉള്ളവരാ. അപ്പം അവരാകുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് അറിയാം അത് നിൽക്കാൻ പറയാനും. അല്ല, നമുക്ക് ഇതില് പരിചയമില്ലാത്തതിന്റെ ഒരു കുറവുണ്ട്. നമ്മള് ഇല്ല പരിചയമില്ല നമുക്ക്. അതാണ് ഇതിന്റെ ഒരു. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇടിച്ചു കയറി വർത്താനം പറയണം, പിഴവുകൾ പറ്റാണ്ട് എങ്ങനെ വർത്താനം പറയണം. നമ്മൾ വർത്താനം പറഞ്ഞ അബദ്ധങ്ങളെ പൂരപ്പാട്ടായിരിക്കും, അല്ല എന്താ പറയാ, ഘോഷയാത്രയായിരിക്കും. നല്ല അംഗമായിരിക്കും ആളുകൾക്ക് ചിരിക്കാനായിട്ടേ. അപ്പോൾ സൂക്ഷിച്ച് കണ്ടും വേണം നമ്മൾ നിൽക്കണമെങ്കിൽ. ബിനി ഭരതൻ, കുറച്ച് നാള് ഒരാളുടെ കൂടെ ജീവിച്ചു നോക്കാം, എന്നിട്ട് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോവാം. ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് എന്തോ അത് ദഹിക്കുന്നില്ല. നടക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ട്, പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരിക്കലും. അത് സമ്മതിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാര് ഒരിക്കലും അവരുടെ ഇഷ്ടത്തിനല്ല എന്നുള്ളത് 100% ഉറപ്പാ. അവർ ഗതികേട് കൊണ്ട് വേറെ നിവർത്തിയില്ല എന്ന് വിചാരിച്ചിട്ട്. കാരണം ചില വീടുകളിൽ അച്ഛൻ്റെ ചിലവിലാവും മക്കൾ കഴിയണേ, പക്ഷെ എങ്കിൽ പോലും മക്കൾ പറയണതിനനുസരിച്ചിട്ട് വേണം അച്ഛനമ്മയും ജീവിക്കാൻ. അങ്ങനത്തെ വീടുകൾ നമുക്ക് കാണാം ചില സ്ഥലങ്ങളിൽ. അവർ എന്താ പറയുക, അച്ഛന്മാരുടെ വാക്കിന് വിലയുണ്ടാവില്ല എന്ന്. അപ്പം അങ്ങനത്തെ വീടുകളിൽ ഈ മക്കൾ പറയണതേ നടക്കൂ. അപ്പം പിന്നെ മക്കൾ എന്ത് ചെയ്താലും അച്ഛനും അമ്മയ്ക്കും ഒരു മനസ്സോടെ ആണെങ്കിലും സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ഗതികേട് കൊണ്ട്. മാലതി എം, എനിക്ക് 70 വയസ്സായി. ഭർത്താവ് മരിച്ചിട്ട് 21 വർഷം കഴിഞ്ഞു. 3 പെണ്ണ് കാണൽ കഴിഞ്ഞാണ് വിവാഹം ഉറപ്പിച്ചത്. 22 വയസ്സുള്ളപ്പോൾ. അന്നൊന്നും പെണ്ണിൻ്റെ ഇഷ്ടം ചോദിക്കാറില്ല. എനിക്കും ഇഷ്ടമായിരുന്നു. ഞങ്ങൾ തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ജീവിച്ച കാലം സന്തോഷമായി ജീവിച്ചു. അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലത്. പക്ഷെ പെണ്ണിന് ആണിനെയും ആണിന് പെണ്ണിനെയും പരിചയപ്പെടാനും മനസ്സിലാക്കാനും കുറച്ച് സമയം കൊടുക്കണം. അന്നൊക്കെ പെണ്ണ് കാണൽ കഴിഞ്ഞാൽ കല്യാണത്തിനെ തമ്മിൽ കാണൂ. എൻ്റെ ദൈവം, എനിക്കൊക്കെ എന്തൊരു ടെൻഷനായിരുന്നു എന്നറിയോ. ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടില്ലേ ചേട്ടനോടത്. നമുക്ക് പിന്നെ എന്തുട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ സംസാരിക്കാൻ കിട്ടി, അവസരം നന്നായിട്ട് കിട്ടി. അപ്പം അങ്ങനെ ഫോണിൽ നന്നായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനി ആയിരുന്നു. 5.5 മാസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടേ. അപ്പം ഞങ്ങൾക്ക് സംസാരിക്കാൻ നല്ലോണം ചാൻസ് കിട്ടി തുടങ്ങും. അപ്പോഴും ചേട്ടൻ ഈ പറഞ്ഞോടന്ന് ഇപ്പം ഈ പറയണ പണ്ടത്തെ കഥകളില്ലേ, ഈ സാധനം ഞാൻ അന്ന് എന്നോട് പറഞ്ഞോടന്നെ ഫോണിൽ കൂടെ. അങ്ങനെ അപ്പോൾ അത് നമുക്ക് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യം ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഒരു ദിവസം പോകണം, എന്നിട്ട് ആ വീട്ടിൽ വേണം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ജീവിക്കാൻ. ഇതെങ്ങനെയാണ് പറ്റുക? എനിക്കത് ആലോചിക്കുമ്പോഴായിരുന്നു പേടി. കല്യാണം എന്ന് പറയുമ്പോഴേക്കും ഞാൻ ടെൻഷൻ അടിച്ചോടുന്നു, ഞാൻ കരഞ്ഞോടുന്നു, അത് പറയട്ടായിരുന്നു. ലീനമ്മ വർഗീസ്, തമ്മിൽ എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ രണ്ടുപേരും മനോഹരമായി സംസാരിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളതൊക്കെ കുറച്ച് കലപില ഒച്ച വെച്ചതല്ലാതെ ആർക്കും പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഡീസൻ്റായി സംസാരിച്ചു. ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഈ കലപ്പില്ലേരുടെ ഇടയിലേ. എന്താ സൗണ്ട് അല്ലേ ചീവിടിൻ്റെ. നിഷ സജീവ്, ഇന്നലെ ഞാൻ തമ്മിൽ കണ്ടിരുന്നു, എന്നും കാണാറുണ്ട്. ഇൻട്രോയിൽ നിങ്ങളെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ കണ്ടിരുന്നു. അപ്പോൾ തന്നെ തോന്നി നിങ്ങൾക്ക് പറ്റിയ വിഷയമല്ല എന്ന്. ഇതിനു മുന്നുണ്ടായിരുന്ന ലാംഗ്വേജ് വിഷയമായിരുന്നുവെങ്കിൽ പൊളിച്ചേനെ. അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ പണ്ടത്തെ ഓർമ്മകളാണെങ്കിലും തകർക്കാമായിരുന്നു. ആ പരിപാടിയിൽ ഇടിച്ചു കയറി സംസാരിക്കുന്നവർക്ക് മാത്രമേ ക്യാമറ ഫോക്കസ് കിട്ടൂ. പിന്നെ രാഹുൽ സാറും ഒക്കെ അല്ലേ. എന്തായാലും ഇത്തരം ഒരു ഫ്ലോറിൽ പോകാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ഭാഗ്യം. ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, അപ്പോൾ തകർക്കാം. എനിക്ക് അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടു കൂടിയുള്ള കല്യാണത്തിനോടാണ് ഇഷ്ടം. അറേഞ്ച്ഡ് മാരേജ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറേഞ്ച്ഡ് മാരേജിന് വേണ്ടി നടക്കുന്നവർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചെക്കന്മാർക്ക് പെണ്ണിന് കിട്ടുന്നില്ല, അതാണ് കാരണം. പെൺകുട്ടികൾ അഭിപ്രായം തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് ഇത്ര പ്രായം വേണ്ട, ഒപ്പത്തിന് പ്രായമുള്ളവരൊക്കെയാണ് പെൺകുട്ടികൾ നോക്കണേ. അതായത് പ്രായം 1 വയസ്സോ 2 വയസ്സോ പോലും മൂത്ത ആണിനെ അവർക്ക് വേണ്ട. അപ്പം 30 വയസ്സൊക്കെ ആയിട്ടുള്ള ആൺപിള്ളേർക്കൊന്നും പെണ്ണ് കിട്ടില്ലല്ലോ, സമ്മതിക്കില്ല. 25-26 വയസ്സായ പെൺകുട്ടികൾ പോലും 30 വയസ്സായ ആൺപിള്ളേരെ സമ്മതിക്കില്ലേ. ആയിഷ, ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഇതേവരെ കമന്റ് ഇട്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ എന്തായാലും കമന്റ് ഇടണമെന്ന് തോന്നി. സരിത പറഞ്ഞതിനോട് തന്നെ യോജിക്കുന്നു. അജുവിന്റെയും സരിതയുടെയും വർത്തമാനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കുറെ ചിരിക്കും. അടുത്തത് ശാന്തി വിജയൻ, നമസ്കാരം അജൂസ് വേൾഡ്. നമ്മുടെ തലമുറയ്ക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത വിഷയമാണിത്. അടിച്ചതിൽ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക എന്നാണല്ലോ. അതെ, ഇനിയിപ്പോൾ അതേ രക്ഷയുള്ളൂ.
നമ്മളൊക്കെ വളർന്ന സാഹചര്യമല്ലല്ലോ ഇപ്പോൾ. ആണിനും പെണ്ണിനും ജോലിയും പൈസയും ഇഷ്ടം പോലെ. അജു പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റാത്തതിനെ ഉൾക്കൊള്ളുക. ആ ജീവിതം നയിക്കുന്നവർ അതിൻ്റെ ഭവിഷ്യത്തും ഫേസ് ചെയ്തോളും. പ്രശ്നങ്ങൾ പണ്ടത്തെ കുടുംബജീവിതങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ക്ഷമ, സഹനം, കുട്ടികളുടെ ഭാവി എന്ന ചിന്ത എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും പ്രതീക്ഷിക്കാനില്ല. നമ്മൾ മൂകസാക്ഷികൾ. എല്ലാം കാലത്തിന് വിട്ടുകൊടുക്കുക. അതായത് അച്ഛൻ്റെ അമ്മയുടെയും സുരക്ഷിതത്വത്തിൽ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജീവിച്ച് വളർന്നു വരുന്ന കുട്ടികളുടെ ഒരു സുരക്ഷിതത്വം നമ്മളതൊക്കെ അറിഞ്ഞു വളർന്നവരായതുകൊണ്ടേ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും തല്ലുകൂടാറുണ്ട്. തല്ലുകൂടുമ്പോൾ അമ്മയച്ഛനും അത് ഇനി മനുഷ്യനെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്താൽ എന്തായേനെ, അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല നമ്മൾക്ക്. അത് നമ്മുടെ ജീവിതം എന്തായേനേന്നേ. അവരത് പരസ്പരം അങ്ങോട്ടും ക്ഷമിച്ചും പുറത്തും അഡ്ജസ്റ്റ് ചെയ്ത കാരണം നമുക്കൊരു കുടുംബം കിട്ടി. എന്ന പോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളും അങ്ങനെ ജീവിക്കുന്നു. തീരെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബന്ധങ്ങളുണ്ടാവും. ദേഹോപദ്രവവും അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ വിട്ടു പോവന്നെ വേണം അല്ലേ? ചേട്ടൊന്നും മിണ്ടാണ്ടിരിക്കണത് ഞാൻ പറഞ്ഞത് കേൾക്കണ്ട. നീ താത്വികമായ അവലോകനങ്ങൾ നടത്തുന്നത് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കൂലങ്കഷമായിട്ട് പറയാൻ പറ്റുമോ? സരിതിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഭയങ്കര ഒരു ആവേശം വരും. ഞാൻ പറയുമ്പോൾ ആകെ തെറ്റായിരിക്കും വരാം. നമുക്ക് പറയാൻ പറ്റുന്നത് കുടുംബജീവിതമാണ് നല്ലത്. നമ്മുടെ അഭിപ്രായത്തിൽ ഇവിടെ നമ്മൾ ഈ ലിവിങ് ടുഗദർ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജയന്തിയും ജയന്തിയ ഗിരീഷ് ഇവരെയാണ് കണ്ടിട്ടുള്ളത്. അവരെന്ന് പറഞ്ഞാൽ 10-29 കൊല്ലമായിട്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നതാണ്. 3 മക്കളുണ്ട് അവർക്ക്. അവർ സാധാരണ നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലാണ്ട് ആ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞതിന് മുന്നത്തെ പോലെ നമ്മുടെ വീട്ടിലാണ് വെഡിങ് ആനിവേഴ്സറി 27ാമത്തെ അവരെന്നെ പറയുന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറി എന്ന് പറയാൻ പറ്റില്ല, കൂടെ കിടന്നതിന്റെ ഇതെന്ന് തന്നെ പറയണത് വാർഷികം എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാന്ന് പറയും. അല്ല അവർക്ക് പിന്നെ ഒരാൾ ഇപ്പോൾ ഇത് വലിയ ഞാൻ നിർത്തി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാന്ന് തോന്നുന്നുണ്ട് അവർക്ക്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ 28 കൊല്ലം എത്രയാണ്ടായി അവരെയാണ് നമ്മൾ ആകപ്പാട് കണ്ടിട്ടുള്ളത്. പിന്നെ കല്യാണം കഴിക്കാത്ത ജയന്തിച്ചി ക്രിസ്ത്യനും ഗിരീഷേട്ടൻ നായരുമാണ്. അപ്പൊ അങ്ങടും ഇങ്ങടൊക്കെ കുറ്റം പറയലും ചീത്ത വിളിക്കുണ്ടാവും. പക്ഷെ അവർക്ക് എന്താ പറയാ, ഒരു കുറച്ച് സമയം പോലും കാണാണ്ടിരിക്കാൻ പറ്റില്ലേ. അങ്ങനെയാണ് അവരുടെ ലൈഫ്. പിന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള ആളുകളും കല്യാണം കഴിച്ച് കണ്ടിട്ടുണ്ട്. അതായത് കല്യാണം കഴിക്കാൻ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഇനി കല്യാണം കഴിച്ച് അവസാനം മരിച്ചിട്ടുള്ള ആളുകളും കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ മരണപ്പെട്ടും ഒരു ജീവിതമൊക്കെ നമ്മൾ കണ്ട അവസാനം ദുരിതമായിട്ടുള്ള ആളുകളും കണ്ടിട്ടുണ്ട്, ദുരിതമല്ലാത്ത ആളുകളും കണ്ടിട്ടുണ്ട്, എല്ലാ തരക്കാരും കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ ആകെ തുകയായിട്ട് വെച്ച് കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കല്യാണം കഴിച്ചിട്ട് പക്ഷെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കണ ആ ഒരു ജീവിതം, ആ ഒരു ലൈഫ് അതും ആസ്വദിക്കണ്ടല്ലേ? അതാണ് നല്ലത്. ഒരു ഭർത്താവിന്റെ അടിമയല്ലെങ്കിൽ പോലും ആ ഒരു കെയറിങ്ങിൽ ജീവിക്കണ ഒരു പെണ്ണെന്ന നിലയിൽട്ടാ. സ്വതന്ത്ര ചിന്താഗതിക്കാരിയാണ് ഞാൻ, എന്നാൽ പോലും ആ ഒരു കെയറിങ്ങിൽ ജീവിക്കണതിൻ്റെ ഒരു സുഖമുണ്ട്. അടിമയല്ലാട്ടാ, ഞാൻ അടിമയായിട്ട് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. പിന്നെ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴത്തെ, നമ്മളൊരു അമ്മയാകുമ്പോഴത്തെ ഒരു സന്തോഷം. ഇപ്പോഴത്തെ പിള്ളേർക്ക് കല്യാണം കഴിഞ്ഞാലും കുട്ടികളെ വേണ്ടാന്ന് നിൽക്കുന്നവരുണ്ട്. അല്ല, ഇതിൻ്റെ അവസാനം പറയട്ടെ, അതിലത്തെ ചർച്ചയിലത്തെ ആകത്തൊക്കെ കുറേ ചെറുപ്പം പിള്ളേர்களാണ് ഈ ഗാലറിയിൽ മുഴുവൻ ഇരിക്കുന്നത്. അവരോടൊക്കെ അഭിപ്രായം ഈ ലിവിങ് ടുഗദർകാർ വിചാരിച്ചു ഇപ്പോഴത്തെ പിള്ളേர்கள் മുഴുവൻ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവരെ മറുപടി കേട്ടിട്ട് ഇവരൊക്കെ ഞെട്ടിപ്പോയി. അവർക്കൊക്കെ കുടുംബജീവിതം മതി, കല്യാണം വിവാഹം കഴിച്ചിട്ട് അവർ ജീവിക്കില്ല. അവരൊക്കെ അച്ഛനമ്മമാരൊപ്പം അവർ ജീവിച്ച് ഞങ്ങൾക്കും അതുപോലെ തന്നെ മതിയെന്നായി. അവരെ ഒക്കെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുട്ടികളാട്ടാ വന്നിരിക്കുന്നത്. എല്ലാവരും എത്ര ഇപ്പോഴുള്ള തലമുറയാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. അവരുടെ അഭിപ്രായം അതാണ്. അത് കേട്ടപ്പോൾ മറ്റൊരു ഞെട്ടിപ്പോയി. നമുക്കിതിലെ അഭിപ്രായം ഇതാണ്. ജഗ്ഗുന്റെ അടുത്ത് ഞാൻ ചോദിച്ചേ, അവന് ഇപ്പോഴത്തെ തലമുറ ജെൻസി അല്ലേ, അപ്പൊ ചോദിച്ചു ഇതിനെ കുറിച്ചിട്ട്. അപ്പോ അവൻ പറഞ്ഞത് തന്നെയാ, എന്താ പറയാ, ലിവിങ് ടുഗദറിനോട് അവന് താല്പര്യമില്ല. അതാ ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ല. സ്നേഹലത എം, ലിവിങ് ടുഗദറിനോട് യോജിപ്പില്ല. ഇന്നത്തെ കുട്ടികളുടെ അഭിപ്രായം നോക്കി നമ്മുടെ ഇഷ്ടം പറയാമല്ലോ. എൻ്റെ മോൾക്ക് കല്യാണമേ വേണ്ടെന്നാണ് പറയുന്നത്. ഒരാളെ സഹിക്കാൻ പറ്റില്ല പോലും. 32ആയി, ഇപ്പോൾ യൂറോപ്പിലാണ്. പ്രപ്പോസൽ വരുമ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കും, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറയും. കുറേ പ്രായമായാൽ എന്തു ചെയ്യും? അപ്പോൾ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കുറച്ച് പണം ഡെപ്പോസിറ്റ് ചെയ്ത് അവർ നോക്കിക്കോളുന്നു. എന്താ പറയുക, അവളുടെ മനസ്സ് മാറട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് എന്നും പ്രാർത്ഥിക്കുന്നു. അതൊക്കെ പോട്ടെ, ഇവിടെ TV
കട്ട് ചെയ്തത് കൊണ്ട് പ്രോഗ്രാം കാണാൻ സാധിച്ചില്ല. ജഗ്മോൻ, ഹൗ ഈസ് ക്ലാസ്സസ് ഗോയിങ്? ഐ തിങ്ക് ഇറ്റ്സ് നൈസ്. ഹാവ് എ നൈസ് ഡേ. കോഴിക്കോട്. ഇങ്ങനെ ഉള്ള ചിന്താഗതിക്കാരായിട്ടുള്ള പെൺകുട്ടികൾ കൂടി വരുന്നു ഇപ്പോൾ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ചിന്താഗതിയുള്ള ആളുകൾ അടിച്ചു പൊടിച്ച് ജീവിച്ചിട്ടുള്ള ആളുകളുടെ വയസ്സായിട്ടുള്ള 10-80 വയസ്സ് 85 വയസ്സായിട്ടുള്ള മരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ദയനീയമായിരുന്നു അവരെ മരണമൊക്കെ. അവര് കെടുപ്പിലായി കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇഷ്ടം പോലെ പേരെ. പക്ഷെ ഇത് മനസ്സിലായി വരുമ്പോഴത്തേക്കും കാലം കടന്നു പോയിട്ടുണ്ടാവും. അതാണ് പ്രശ്നം. അവിടെയാണ് കുഴപ്പം വരാ. കാരണം നമ്മൾ നമ്മുടെ ജീവിതം വെച്ചിട്ട് തന്നെയാണ് ഇതാക്കണേ. വേറൊരാളുടെ ജീവിതം കണ്ടിട്ടല്ല പഠിക്കണേ, നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് പഠിക്കണേ. പഠിച്ചു വരുമ്പോഴത്തേക്കും കാലം കടന്നു പോയിട്ടുണ്ടാവും. അടുത്തത് അർജുൻ വി കെ. നമസ്കാരം. ഗ്രീൻ കളർ ഡ്രസ്സിൽ സരിത ചേച്ചിയും അജു ചേട്ടനെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. 24 ന്യൂസിലെ പ്രോഗ്രാമിൽ ചേച്ചിയും ചേട്ടനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. ഇനി ഇതുപോലുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ വെരി ജോയ്ഫുൾ ഡേ. അടുത്തത് HIUX. മെക്സിക്കോയിലൊക്കെ ബേബി ആയി കഴിഞ്ഞാണ് വെഡ്ഡിങ്. നമ്മൾക്ക് കേട്ട് കേൾവി പോലും ഇല്ല. അത് ശരിയാ. 2-3 മക്കളൊക്കെ ഉണ്ടായിട്ടാണ് കല്യാണം കഴിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ വിദേശത്തൊക്കെ. ശ്രീജ MP. പ്രോഗ്രാം കണ്ടു. നിങ്ങൾ കൂടുതൽ സംസാരിക്കണം എന്ന് തോന്നി. ഈ പ്രോഗ്രാമിൽ സംസാരിക്കാൻ ടൈം കിട്ടില്ല. പറയുന്നവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, കേൾക്കുന്നവർക്ക് മനസ്സിലാകുകയുമില്ല. യൂട്യൂബിൽ വീണ്ടും കണ്ടപ്പോൾ ഓരോരുത്തരും പറയുന്ന മനസ്സിലായി. ഇനി ഷോസ് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. അടുത്തത് ആൻസ്. ഹായ്, ഹലോ അജു, സരിത, ജഗ്മോൻ. ഇങ്ങനൊരു വീഡിയോയിൽ പങ്കുചേരുവാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയതിന് ഒത്തിരി സന്തോഷം. അറേഞ്ച്ഡ് ലിവിങ് ടുഗെദർ ഇഫ് ഈച്ച് അതർ ഈസ് കൺസിഡറേറ്റീവ് ആൻഡ് ലവബിൾ, ലൈഫ് വിൽ ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് ഹാപ്പി. സ്പെസിഫിക് ആയിട്ട് പറയുവാൻ പറ്റില്ല. പ്രോബ്ലംസ് ക്യാൻ അറൈസ് ഇൻ ദ ലൈഫ് ജേർണി ഓഫ് അറേഞ്ച്ഡ് ലവ് ലിവിങ് ടുഗെദർ മാരേജസ്. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ്. ലവ് മാരേജിൽ അറേഞ്ച്ഡ് മാരേജിൽ അത് ശരിയാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ തന്നെയാണ് അത് പറ്റുള്ളൂ. ലിവിങ് ടുഗെദർ എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻ്റ് ഇല്ലല്ലോ. എപ്പോൾ വേണമെങ്കിൽ ബൈ പറഞ്ഞ് പോരാൻ. തമ്മിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല. എൻ്റെ നിൻ്റെന്നായിരിക്കും. നമുക്കൊരു വീട് വേണം, നമുക്കത് വേണം, അങ്ങനെയുള്ള നമ്മൾ തമ്മിലുണ്ടാകുന്നൊരു സ്വപ്നം അത് ലിവിങ് ടുഗെദറിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 രൂപ 50 പൈസ. 12 രൂപ 50 പൈസ ഇങ്ങോട്ട് തരാം. അയ്യോ, അങ്ങനെയാകുമ്പോൾ എന്തിനാ അങ്ങനെ ജീവിക്കണം അല്ലേ? ഷീജു ജോൺസൺ. എന്തായാലും അങ്ങനെ ഒരു ടോക്ക് ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ, ഗുഡ്. പിന്നെ എല്ലാം കാലം പോകുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരും, അത് അക്സെപ്റ്റ് ചെയ്യാതെ തരമില്ല. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും പരസ്പരം അറിയാനുള്ള സമയം വേണം. യെസ്, തുറന്ന് സംസാരിക്കാനും മനസ്സിലാക്കാനൊക്കെ. ലിവിങ് ടുഗെദറിൽ വിദേശികളുടെ മൈൻഡ് അല്ല നമ്മുടേത്. അവർ പിരിയുമ്പോഴും ബൈ പറഞ്ഞ് ഫ്രണ്ട്ലി ആയിട്ട് പോവും. അതന്നെ മറ്റേ 2 കൺട്രീസിൽ പറയില്ലേ, നിങ്ങൾ ഡൈവേഴ്സ് ആയാലും പരിപാടിക്കൊക്കെ ക്ഷണിക്കൂ എന്ന് പറയണത്. അമ്മയ്ക്ക് വിളിക്കുള്ളൂ പ്രതികാരം. അതെ, ബൈ പറ ഫ്രണ്ട്ലി ആയി പോകും. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊരു പകയായി കൊണ്ട് നടക്കുന്നു. പിന്നെ ഫിസിക്കലി ഉള്ള ബന്ധം വിവാഹത്തിന് മുൻപ് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. എന്തോ നമ്മൾ ഓൾഡ് ജനറേഷന്റെ കുഴപ്പമായിരിക്കും. വൈജയന്തി മനോഹരൻ. എന്തായാലും ഇതൊരു അവാർഡാണ്. പിന്നെ എന്ത് പറഞ്ഞു എന്നതിലല്ല, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലേ, അതാണ് പ്ലസ് പോയിന്റ്. ഞാൻ കണ്ടു, നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല. പറഞ്ഞവർ തന്നെ ചാടിക്കേറി പറഞ്ഞതുകൊണ്ടാണ്. ഇത് ഒരു എക്സ്പീരിയൻസ് ആയില്ലേ, ഇനി വരുന്ന ചാൻസിൽ മിന്നിക്കാം. ഇനി ഇതുപോലത്തെ വല്ല വിഷയമാണ് ഞങ്ങൾ അപ്ലൈ പറയും, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയും. നമുക്ക് പറയാൻ പറ്റണ ഷർമിള റജി. എന്നെ സംബന്ധിച്ച് ഞാൻ വിവാഹത്തിന് ഇഷ്ടപ്പെടുന്നു. അല്ല പറഞ്ഞ കണ്ട, അത് പറയണോടുകൂടി എന്നെ വാക്ക് മാറ്റി, അഭിപ്രായം ചേട്ടൻ മാറ്റി. അതല്ല പറഞ്ഞ നീങ്ങിരിക്കാന്ന്. ഷർമിള റജി. എന്നെ സംബന്ധിച്ച് ഞാൻ വിവാഹത്തെ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ തലമുറയുടെ പോക്ക് അതാർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഫാമിലിയിൽ തന്നെ എത്ര പേർ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു കഴിയുന്നു. പെൺകുട്ടികൾ ഇട്ടാ ശരിയാ, പെൺകുട്ടികളെ പറയണല്ലോ. ആൺപിള്ളേർക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്, പെൺപിള്ളേർ സമ്മതിക്കണ്ടേ. പഠിച്ച് ജോലി ചെയ്ത് അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അവർക്ക് ആരുടെ അടിമകളാകണ്ട, കമ്മിറ്റ്മെൻറ്റുകളില്ല, വെറുതെ ഇങ്ങനെ ജീവിക്കുന്നു. നമ്മൾ കുടുംബമായി ജീവിച്ചതുകൊണ്ടാകാം അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതൊരു 81 കാലഘട്ടത്തിൽ ജനിച്ച് ജീവിക്കുന്ന എൻ്റെ അഭിപ്രായം. കാലം മാറുമ്പോൾ കൊലം മാറുന്നു. മുനീർ.
ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അത്യാവശ്യം എതിർപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം സംഭവബഹുലമായി ഞങ്ങളുടെ വിവാഹം നടന്നു. അതിൻ്റേതായ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ സമാധാനം, സന്തോഷം, 2 മക്കൾ. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. നല്ല രീതിയിൽ ആലോചിച്ച് കല്യാണം കഴിച്ച് 25 കൊല്ലങ്ങൾക്ക് ശേഷം പിരിയേണ്ടി വന്നവർ, അതല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നവർ, ഇതെല്ലാം നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. പലർക്കും പല അവസ്ഥ. എന്തായാലും ലിവിങ് ടുഗെദറിനോട് യോജിപ്പില്ല. ലവ് മാരേജ് ഉള്ളവരും ഡിവോഴ്സ് ആവുന്നുണ്ട്, അറേഞ്ച്ഡ് മാരേജുകാരും എല്ലാത്തിലുണ്ട്. മിനി മോഹൻദാസ്, 24 ചാനൽ കാണാത്ത ഞാൻ നിങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്നലെ പരിപാടി കണ്ടു. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. പക്ഷേ വിഷയം അറിഞ്ഞപ്പോൾ മനസ്സിലായി അത് നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന്. ഒരുപാട് നാളായി നിങ്ങളെ കണ്ടും അറിഞ്ഞും കഴിയുന്നവരല്ലേ. സരിത പറഞ്ഞ പോലെ അവിടെ ഇടിച്ചു കയറി സംസാരിക്കുന്നവർക്കേ പറ്റുകയുള്ളൂ. എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള വേദികൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഇങ്ങനെയുള്ള വേദി വേണ്ട. സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ. ഉണ്ണീക്കുറുപ്പ്, ഹായ് സരിത. എൻ്റെ പെണ്ണ് കാണലും സരിതയുടെ പോലെയാണ്. 20 കഴിഞ്ഞ് 21ലേക്ക് കയറിയപ്പോൾ 2000 ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുകയായിരുന്ന ടൈം. ഒരു ദിവസം വൈകിട്ട് അമ്മ, നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞ് 1 ഇയർ ആകും മുമ്പ്. എനിക്കോ എന്ന് തോന്നി. കുറച്ചു കാലം ഫ്രീ ആയിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ആൾക്ക് ജോലി ജപ്പാനിലായതുകൊണ്ട് ലീവ് തീരാറായിരുന്നു. പെണ്ണ് കാണൽ കഴിഞ്ഞ് 2 വീക്കിൽ മാരേജും നടന്നു. ഹസ്ബൻഡ് 1 വീക്ക് തിരിച്ചുപോയി. 6 മാസം കഴിഞ്ഞ് ഞാനും ഇവിടെ എത്തി. നെറ്റും സ്മാർട്ട് ഫോണും ഇല്ലാത്ത കാലത്ത് പാഠപുസ്തകത്തിൽ മാത്രം കേട്ട ഹിരോഷിമയും നാഗസാക്കിയും മാത്രം അറിയുന്ന ഞാൻ അങ്ങനെ ഇവിടെ ടോക്കിയോയിൽ എത്തിയിട്ട് 26 വർഷം. ഞങ്ങളും നിങ്ങളെപ്പോലെ ഏജ് ഡിഫറൻസും സെയിമാണ്. 26 കൊല്ലം ജപ്പാൻകാരിയായി. അതന്നെ, ജപ്പാൻ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു. ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലം കാണുന്നതിനോടുള്ള ആഗ്രഹത്തിനേക്കാൾ ഉപരി അവിടുത്തെ ജനങ്ങളോടുള്ള ഇഷ്ടമായിരിക്കാം. അവർ ഇത്രയധികം നാഗസാക്കി മറ്റേ ഹിരോഷിമ ഇതുകൾ നടന്നിട്ടും എപ്പോഴും ഭൂമിയുലുക്കം, എപ്പോഴും കുറേ ഈ പ്രകൃതി ദുരന്തങ്ങളും എപ്പോഴും ഉണ്ടാവണമല്ലോ. എന്നിട്ട് അവരെപ്പോഴും അതിനെ അതിജീവിച്ച് അങ്ങനെ. പിന്നെ കുറേ ക്വാളിറ്റീസ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി. അവരാദ്യം തന്നെ കുട്ടികൾക്ക് മര്യാദ, പെരുമാറാൻ, അതായത് പിന്നെ റോഡ് ക്രോസ് ചെയ്യണത് എങ്ങനെ, അങ്ങനെ അല്ല ഞാൻ അങ്ങനെ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണ്ടേ, ഒരാളെ കാണുമ്പോൾ ആദ്യം അങ്ങനത്തെ കാര്യങ്ങളാണ് ആദ്യം പഠിപ്പിക്കുക. പിന്നെ അതുപോലെ പെട്ടെന്ന് ഭൂമികുലുക്കം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ അങ്ങനെ അതിൻ്റെ അടിയിൽ അങ്ങനെ കനുള്ള എന്തിൻ്റെയും അടിയിൽ പോയി അങ്ങനത്തെ കാര്യങ്ങളും സ്വയരക്ഷയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മളിവിടെ പഠിക്കണേൽ 90% ജീവിക്കാൻ ആവശ്യമില്ലാത്തതാണ്. നമ്മൾ 10ാം ക്ലാസ് വരയ്ക്കും ഒക്കെ നമ്മളിപ്പോൾ ഡിപ്ലോമയ്ക്ക് ആയാലും പ്രീ ഡിഗ്രിക്ക് ആയാലും ഇങ്ങനെ കുറേ പഠിച്ചതൊക്കെ ഞാൻ വിചാരിക്കും എന്തുട്ട് അതുകൊണ്ടൊക്കെ പ്രയോജനം. എന്തോരം കുത്തിയിരുന്ന് ഉറക്കൊഴിഞ്ഞ് പഠിച്ചു. ശ്രീരഞ്ജിനി, എൻ്റെയും സരിത പറഞ്ഞ പോലെ 17ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം, 17 ഇത്തിരി കഷ്ടമായി. ഒരു ദിവസം പെണ്ണ് കാണാൻ വരുന്നു. ഞാൻ ശരിക്കും കണ്ടുപോലുമില്ല, ചുമ്മാതെ വന്ന് കണ്ടിട്ട് പോകുന്നു എന്ന് പറഞ്ഞു അമ്മ. അതിനാൽ ശ്രദ്ധിച്ചില്ല. പിന്നല്ലേ 6 മാസം കഴിഞ്ഞ് അന്ന് തന്നെ നടന്ന് കരച്ചിൽ, ബഹളം, പട്ടിണി കിടക്കൽ എല്ലാം നടന്നു. ആര് കേൾക്കാൻ? അമ്മ ഒത്തിരി സമാധാനിപ്പിച്ചു. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് 1 വർഷം ആകുന്നേ ഉള്ളൂ. അതിനാൽ അമ്മ റിട്ടയർ ആകുന്നതിന് മുൻപ് എന്നെ കല്യാണം കഴിപ്പിക്കണം എന്ന ഒരു നിർബന്ധത്തിൽ വേഗം നടത്തേണ്ടി വന്നു. എന്തായാലും ചേട്ടൻ പക്വതയുള്ള ആളായതിനാൽ എന്നെ നന്നായി മനസ്സിലാക്കിയതിനാൽ ജീവിതം സുഖമായി. അത് ശരിയാ. പണ്ടൊക്കെ അച്ഛൻ മരിച്ച് ആണുങ്ങളില്ലാണ്ട് അമ്മമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടായിരിക്കും കാണുക. അമ്മ വളർത്തണതല്ലേ, അപ്പൊ അങ്ങനെയെന്ന് പറയട്ടെ, അങ്ങനെയൊക്കെ മോശമായിട്ടാവും സമൂഹം കാണുക. അമ്മേനേലും മക്കളേലും. അതായിരിക്കും പാവം അമ്മ വേഗം 17 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയത്. അതൊന്നും വരില്ല, ഈ മൈക്കിൽ ആ സൗണ്ട് ഒന്നും പിടിക്കില്ല. ഇന്ദിരാ പണിക്കർ, ലവ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും മാരേജ് വേണം. ലിവിങ് ടുഗെദർ നമുക്ക് പറ്റിയതല്ല. കൂടുതൽ അനാഥർക്ക് ജന്മം കൊടുക്കാനുള്ള ചാൻസ് കൊടുക്കേണ്ടതില്ല. അജീഷ് VC, നമസ്കാരം. ഞാൻ കണ്ടിരുന്നു ഈ പരിപാടി. തല്ലി പിടിച്ച് വർത്തമാനം പറഞ്ഞാൽ കൂടുതൽ സമയം സ്ക്രീനിൽ കാട്ടുമെന്ന് മനസ്സിലായി. അതന്നെ. ഉല്ല ഷിബിർ, എൻ്റെ പുന്നജ്ജേട്ടാ, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ ശ്രീകണ്ഠൻ സാർ എൻ്റെ ഷോയിൽ പങ്കെടുത്തുല്ലോ. ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഷോയിൽ നിങ്ങളുടെ മുഖമൊന്ന് കാണാൻ. എനിക്കും ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാൻ, സംസാരിക്കാനും ഒക്കെ. അതിനെന്താണ് ഒരു വഴി എന്നറിയാതിരിക്കുകയാണ്. എന്നാണ് അത് ടെലികാസ്റ്റ് ചെയ്യുക? ശ്രീകണ്ഠൻ സാറിൻ്റെ നമ്പർ ഉണ്ടോ കയ്യിൽ? അദ്ദേഹത്തിന് ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാണ്. അങ്ങനെ നമ്പർ പേഴ്സണൽ നമ്പറൊന്നും കൊടുക്കില്ലല്ലോ ആയിരിക്കും. പിന്നെ ലിവിങ് ടുഗെദറിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ വീട്ടുകാർ നിശ്ചയിച്ച് ഉറപ്പിച്ച് കല്യാണം കഴിച്ച് മരണം വരെ സുഖവും ദുഃഖവും പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു രസം ഒരിക്കലും ഇതിന് കിട്ടില്ല.
അങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുന്നവരെ ഞാൻ ആക്ഷേപിക്കുന്നുമില്ല. അവർക്ക് ശരി അതാവും, നമുക്ക് ശരി ഇത്. ഒന്നിനുമേൽ നിൽക്കുന്നതും. അടുത്തത് സ്റ്റാർസ് ആൻഡ് ബെൽസ്. സരിത, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കമൻ്റ് ഇട്ടിരുന്നു. 2 years കഴിയുമ്പോൾ നിങ്ങളുടെ വീടുകളെല്ലാം ചേർന്ന് ആ കോമ്പൗണ്ട് മുഴുവൻ ഫെൻസിങ് എല്ലാവരും വെച്ച് ടൈൽസൊക്കെ ഇട്ട് ഒരു ഡിസംബർ രാവിലെ സരിത ഡോർ തുറന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള കാഴ്ചകളെല്ലാം ഭാവനയിൽ കണ്ട് ഞാൻ എഴുതിയിരുന്നു. നിങ്ങൾ ഈ ടൈൽസൊക്കെ ഇടുന്നതോടുകൂടി നിങ്ങൾ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തതാണ് ആ കാഴ്ചകൾ. അപ്പോൾ സരിതക്കുട്ടി എൻ്റെ കമൻ്റ് ഓർക്കുമോ എന്നൊക്കെ ഞാൻ അന്ന് എഴുതിയിരുന്നു. വെയിറ്റിംഗ് ടു സീ ദ ഓൾ ന്യൂ ചേഞ്ചസ് ഓഫ് ദ വേ ടു ഓൾ ഹൗസസ് ഇൻ ദ കോമ്പൗണ്ട് ആൻഡ് ഹാപ്പിനെസ് സ്പ്രെഡിങ്. ലിവ് ലോങ് for more and more years like this, spreading happiness and peace. Lots and lots of love and prayers. സന്തോഷം. അടുത്തത് VGS നായർ. വിവാഹം നിലനിൽക്കുമോ എന്ന ശ്രീകണ്ഠൻ നായരുടെ സബ്ജക്റ്റേ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ. പ്രോഗ്രാം കണ്ടിട്ട് അഭിപ്രായം പറയാം. ന്യൂജൻ പിള്ളേരെ വഴിതെറ്റിക്കാനാണോ ഈ പ്രോഗ്രാം എന്നും തോന്നുന്നു. കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ സരിതയുടെ മാനസികാവസ്ഥ ആ പ്രായത്തിൽ മനസ്സിലാക്കാം. ഇപ്പോൾ എങ്ങനെ? അഭിപ്രായം ഒരു എപ്പിസോഡായിട്ട് പറയണേ ആത്മാർത്ഥമായി. അപ്പം ഇത് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഇത് ചർച്ചാ വിഷയമാക്കിയിട്ട് ഞങ്ങൾ പറയാം. എനിക്ക് പിന്നെ എന്ത് തോന്നുന്നു? എന്തേ പറയണം. അബൂബക്കർ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ മാസത്തേക്ക് 23 വർഷമായി. എൻ്റെ കല്യാണത്തിന് എൻ്റെ പ്രായം 17 വയസ്സ്. ഭർത്താവിൻ്റെ പ്രായം 27 ചേച്ചി പറഞ്ഞ പോലെ എന്നോടും ചോദിച്ചിട്ടില്ല എൻ്റെ ഉപ്പയും ഉമ്മയും കല്യാണത്തിന് സമ്മതമാണോ, ചെക്കന് ഇഷ്ടപ്പെട്ടോ എന്ന്. ചോദിക്കാതെയാണ് എന്നെയും കല്യാണം കഴിച്ച് വിട്ടത്. കല്യാണം കഴിഞ്ഞ് തുടക്കത്തിലൊക്കെ ഹസ്ബൻഡിന് പേടിയായിരുന്നു. എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലൊക്കെ ഞാൻ കരയുമായിരുന്നു. ഇപ്പോൾ കരയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പ്രായവും കൂടി പക്വതയും കൂടി. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എന്നെ പേടിയാവാൻ തുടങ്ങി. വേറെ ഒന്നുകൊണ്ടും അല്ല, പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത് പറയുന്നത്. നല്ലതാ. ഭർത്താവിന് ഭാര്യേനും പേടി വേണം, ഭാര്യയ്ക്ക് ഭർത്താവിനും പേടി വേണം. ഗീത KV, 8/19 എന്തിനാണ് ദൂരെ പോകുന്നത്? ജയന്തിയുടെ എക്സാമ്പിൾ പോരെ ലിവിങ് ടുഗെദറിന്? അത് എത്ര വർഷം മുൻപ് നടന്ന കാര്യമാണ്. റഹീന, ഇന്നലെ ഞാനും കണ്ടു. ഒരുപാട് സന്തോഷം. പണ്ടത്തെ പോലെ ഒരു കല്യാണം ഇനി നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. പണ്ടത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങി കൂടി വീട്ടുകാർ പറയുന്നതും കേട്ട് ജീവിക്കണം എന്നാണ്. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചാണ്. ഇവിടെ അമ്മായിമ്മ മരുമകൾ എന്ന ഒരു ബന്ധമില്ല, എല്ലാം സമം. പിന്നെ ഒന്നാമത്തെ കാര്യം, എല്ലാവരും ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്നു. അവരിഷ്ടമുള്ളവരുടെ കൂടെ പോകുന്നു. ഇതിൽ കൂടുതൽ വിവാഹം കഴിച്ച സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഒഴിവാക്കി പോകുന്നു. അതിൽ അപൂർവം ആളുകൾ ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഡിവോഴ്സാണ്. കൂടുതൽ പെൺകുട്ടികളാണ്. നല്ലൊരു ടോപ്പിക്കായിരുന്നു. ആരും വിട്ടുകൊടുക്കുന്നില്ല. ഇനിയും ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ ഈ കല്യാണത്തിനെ കുറിച്ചിട്ടും കല്യാണം കഴിക്കാത്തതിനെ കുറിച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടമാനം കമന്റ്, 700 ചില്ലറ കമന്റാണ് അതിൽ കിടക്കുന്നത്. അപ്പം നമുക്ക് എത്ര കമന്റ് വായിക്കാൻ പറ്റും? അതന്നെ. സരിതയ്ക്കാണെങ്കിൽ പുറം കഴിച്ചു തുടങ്ങിയത്. ചേട്ടൻ വായിക്കാനാ? ഇല്ല. വായിക്കാം. നാസർ അഹമ്മദ്, അജൂസ് വേൾഡിലെ രാമനും സീതയ്ക്കും കർക്കിടക നാളിൻ്റെ ആശംസകൾ. കഞ്ഞിവെള്ളം മത്തയിലെ രസായനി എപ്പിസോഡ് നന്നായിരുന്നു. പണ്ട് ദാരിദ്ര്യം കൊടികുത്തി വാണിടുന്ന സമയം വടക്ക് കേരളത്തിലുള്ളവർ കഞ്ഞിവെള്ളം കൊണ്ട് ചോറിന് ഒരു കറി ഉണ്ടാക്കുമായിരുന്നു. കഞ്ഞിവെള്ളം അല്പം കടുകും മഞ്ഞപ്പൊടിയും ചേർത്ത് താളിച്ച് കറി പോലേക്ക് ഉപയോഗിക്കുമായിരുന്നു. താളിപ്പ് പാത്രത്തോടു കൂടി കുടിക്കാൻ ശ്രമിച്ച അജുവിൻ്റെ നിർഗം തലയ്ക്ക് എരിവ് പിടിച്ചുള്ള ഇരിപ്പ് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. മലമ്പാമ്പ് അജുവിനെ ലക്ഷ്യമിട്ടിട്ടാണ് ഇത്ര നാളും പൊട്ടക്കിണറ്റിൽ കാത്തു കിടന്നത്. അജുവിൻ്റെ വിശപ്പിനെ കുറിച്ച് കേട്ടറിഞ്ഞുകൊണ്ടാകാം മലമ്പാമ്പ് അതിൻ്റെ തടിയും കൊണ്ട് രക്ഷപ്പെട്ടത്. ബിജി ജോർജ്, മതി കഴിച്ച് കുറച്ച് ഭാര്യയ്ക്ക് കൊടുക്ക് പൊന്ന് സഹോദര. ഇങ്ങനെ ആർത്തി കാണിക്കല്ലേ, തമാശ പറഞ്ഞാണത്. ഇലയൊക്കെ തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിതയ്ക്ക് അത്രയ്ക്കധികം തിന്നാൻ പറ്റില്ല. ഇവിടെ കുറച്ച് കഴിക്കുള്ളൂ അല്ലേ സരിത? അല്ല, ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ചേട്ടൻ ഒരു ആക്രാന്തം പിടിച്ചിട്ടുള്ള തീറ്റ. അതേ എരിവുള്ള സാധനമാണ് അത്. നമ്മൾ സ്പീഡിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ശിരസയെ പോയിട്ട് ചുമ വരും. ഞാൻ അതുകൊണ്ടാണ് സമാധാനം ഒന്ന് ചൂടാറിയിട്ട് കഴിക്കാലോ. അത് ശരിയാ. രാജീവ് കൃഷ്ണപ്രസാദ്, കുറേ ദിവസമായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യം ഇപ്പോൾ ചോദിക്കട്ടെ. നിങ്ങൾ രണ്ടാളും കൂടി ഞങ്ങളെ കൊതിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാണോ? ഓരോ ദിവസവും ഓരോ റെസിപ്പി ആയിട്ട് വരും. ലാസ്റ്റ് അത് കഴിച്ച് അതിനെക്കുറിച്ച് വർണ്ണിക്കും. ഞാൻ അതും കണ്ട് വായിൽ കപ്പലോടാനുള്ള വെള്ളവുമായി ഇവിടെ ഇരിക്കുന്നു. ഈ കണക്കിന് പോയാൽ ഞാൻ പെട്ടിയും കിടക്കി എടുത്ത് അങ്ങോട്ട് താമസം മാറ്റേണ്ടി വരും. എന്നും എല്ലാവർക്കും നല്ലത് വരട്ടെ.
എന്ത് രസമല്ലേ നമ്മുടെ ആളുകൾ ഇങ്ങനെ കമൻറ്റുകൾ ഇടുന്നത് അല്ലേ? ഞാൻ ആലോചിക്കാറുണ്ട്, കുറേ നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ കണ്ട് ചിലതിനിങ്ങനെ ഓരോ കോമാളിത്തരം വീഡിയോകൾ ഇങ്ങനെ ഈ ഷോർട്സ് ഇതൊക്കെ കാണുമ്പോൾ അതിലത്തെ കമൻറ്റുകൾ വായിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അത് അവരെ കളിയാക്കിയിട്ടുള്ള കമൻറ്റുകളാണ്. ഓരോ കമൻറ്റുകളൊക്കെ നീ ഒരേ കാണിച്ചു തന്നില്ലേ അങ്ങനത്തെ കമൻറ്റ്. പക്ഷെ നമ്മുടെ കമൻറ്റുകളെ അതെ, ഒരാളുടെ പാട്ട് എന്തിനാ അയ്യോ വിസ്മയത്തുമ്പത്ത് ഇന്നലത്തെ പാട്ടാട്ടാ. ആ പാട്ട് വെറുതെ ആള് ചുണ്ടനൊക്കെയാണ് പാട്ട്, ബാക്ക്ഗ്രൗണ്ടിൽ യേശുദാസ് പാടുന്ന പാട്ട് പോകുന്നുണ്ട്. അപ്പൊ ആളുടെ താടി മീശ ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഒരു കുളത്ത് പോലെ നിൽക്കണേ. പിന്നെ ഇവിടെ നിന്ന് താടി ഇങ്ങനെ 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 ഇങ്ങനെയാണ് താടി. മനസ്സിലായി ചേട്ടന്? ഇങ്ങനെ ഇങ്ങനെ താടി അങ്ങനെ ഏട്ടാ താടി എന്നിട്ടാണ് ആളിങ്ങനെ നിന്നിട്ട് ഭയങ്കര എക്സ്പ്രഷൻ കിട്ടാൻ പാടണേ. അപ്പൊ അതിൽ കമന്റ്സേ പാടി കഴിഞ്ഞിട്ട് നാവ് കുളത്തിടാനാണോ ചേട്ടാ ഇവിടെ ഒരു കുളത്തിട്ട്, പിന്നെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് ഇതിപ്പോ ഞാൻ ഏത് വഴി കൂടെ പോകും നിറയെ അങ്ങനെ താടിയൊക്കെ പോണതേ. അപ്പൊ അതുപോലത്തെ കുറെ കമന്റുകള് ക്രിയേറ്റിവിറ്റി ഭയങ്കരാട്ടാ. നമ്മുടെ ആളുകളെ കമന്റ് ഒരു പ്രത്യേക സാഹിത്യാത്മകമാണ്. മുനീർ, മത്തൻ്റെ താളിപ്പ് ഇത്ര ആരോഗ്യ ഗുണമുള്ളതാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്, ഉണ്ടാക്കി നോക്കണം. പിന്നെ ടേസ്റ്റ്, അത് അജു കഴിക്കുന്നത് കണ്ടാൽ വായി കപ്പലോടാനുള്ള വെള്ളം വരും. അതിപ്പം മത്തൻ്റെ ഇലയായാലും തേക്കിൻ്റെ ഇലയായാലും ആ എക്സ്പ്രഷൻ, ഓ ഇവിടെ സൗദിയിലിരിക്കുന്ന എനിക്ക് തോന്നി ഞാൻ ആ കുടിക്കുന്നതെന്ന്. എന്തായാലും അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമുക്ക്. പിന്നെ ചേട്ടാ എല്ലാതും ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഒരു അദ്വൈത് ഞങ്ങളുടെ മാസ്റ്റർ പീസ് മലപ്പുറം മുരിങ്ങ, ചീര, കൊഴുപ്പ, കുമ്പളം, കാന്താരിയില ഒക്കെ ഇതില്ലാതെ ഒരു ദിവസം പുലരുമില്ല. ഉണക്കമീൻ, പപ്പടം, സൈഡ്, ഫാസ്റ്റ് കറി, പൈസയും വേണ്ട, ആരോഗ്യം ഉണ്ടാകുന്നു. അത് ശരിയാ, നല്ല ഇതാണ് കേട്ടോ. ഞാൻ വായിക്കനി രശ്മി രമി അതെ രമി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ മത്തിക്കറി എന്ന വീഡിയോയ്ക്ക് താഴെ ഞാൻ കമന്റ് ഇട്ടിരുന്നു. മത്തനില താളിപ്പ് ഇത് ചോറിന് കൂട്ടാനാണ്. ഉണക്കമീൻ പൊരിച്ചും കൂടി ആയാൽ അടിപൊളി കോമ്പിനേഷനാണ്. ചീനമുളക് നടുകീറിയിട്ടാൽ മതി, കുറച്ച് കൂടി ഇലയാവാം. ചോറിൻ്റെ കൂടെ ആ ചീനമുളകും ഞെരടി കഴിക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഇല വാട്ടി വെച്ചിട്ടില്ല. പക്ഷേ മുരിങ്ങല വയ്ക്കുമ്പോൾ ഉള്ളിയും മുളകും മൂത്താൽ മുരിങ്ങല ഇട്ട് കൊടുക്കണം. മുരിങ്ങല ഇട്ട് ഈ ടോണിൽ വായിക്കണ് തല്ലാവരുടെ പോലെ. ആ പെൺകുട്ടി സോഫ്റ്റ് ആയിട്ടാ കമന്റ് ഇട്ടേക്കണേ. മുരിങ്ങയിലിട്ട് എന്നിട്ട് കഞ്ഞിവെള്ളത്തിൽ വാട്ടി ചൂനിയ മുളകും ഉള്ളിയും ഇട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങുക. ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇനി നീ വേണമെങ്കിൽ വായിച്ചോ. ലതാമോഹൻ, കണ്ണാട വെച്ചൂടെ? 13 കൊല്ലം മുന്നേ കോടീശ്വരിൽ പങ്കെടുത്തവ കണ്ണാട വെച്ചിട്ടാട്ടെ ഇരിക്കണേ. ഇപ്പൊ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇത് വായിക്കാൻ ഇത്ര കഷ്ടപ്പെടണം. ചമ്മറം പടിഞ്ഞിരിക്കുക അഥവാ സുഖാസനത്തിലിരിക്കുക. ആഹാരത്തിന് ശരിയായ ദഹനത്തിന് ഈ ആസനം വളരെ ഉപകാരപ്രദമാണ്. സരിതാവിൻ്റെ ഇരുന്നില്ലേ? അതിനാലാണ് പൂർവികർ ഭക്ഷണം കഴിക്കാൻ ചമ്മറം പടിഞ്ഞിരിക്കുന്നത്. ഇന്നുള്ളവർ മേശയും കസേര ഇട്ടിരിക്കുന്നത് കൊണ്ട് ദഹനവും ശരിയാവുന്നില്ല, മുട്ടുവേദനയും മാറുന്നില്ല. 30 വയസ്സ് കഴിഞ്ഞാൽ മുട്ടുവേദന ഇല്ലാത്തവർ വളരെ ചുരുക്കം. ശരിയാണ് കേട്ടോ. നമ്മൾ നിലത്തിരിക്കുന്ന നോക്കിയപ്പോൾ മുട്ടുവേദനയില്ല, കാലിങ്ങനെ. കുറച്ച് നാളടുപ്പിച്ച് ഞങ്ങൾ ഊണ് മേശമേ ഇരുന്നു. ഞങ്ങളുടെ അനുഭവം പറയണേ. എനിക്കല്ല, ചേട്ടന് മുട്ടുവേദന വന്നു. ശരിയാ. എന്നിട്ട് ചേട്ടൻ പിന്നെ ആലോചിച്ചു ഇതെന്താ വരാൻ കാരണം. ഇത്ര പ്രായമായിട്ടുള്ള അപ്പോഴേക്കും. കാരണം നമ്മള് വീട് മാറിയത് 2008 ആ സമയത്താ വന്നേക്കണേ. എത്ര കൊല്ലം മുന്നാ. പിന്നെ ചേട്ടൻ പറഞ്ഞു നമ്മളെ ഊണ് മേശം ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അതിന് ശേഷമാണ് നിലത്തിരിക്കാൻ തുടങ്ങിയപ്പോ അതാ മാറിപ്പോയി. ജോസഫ് വർക്കി, അജു ചേട്ടാ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാർ മത്തനില തോരൻ വെക്കും. തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും ചതച്ചിട്ട് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് തോരൻ വെക്കും. ഞങ്ങൾ കത്തി കൊണ്ട് ചെറുതായി അരിഞ്ഞാണ് എടുക്കാറ്. സൂപ്പറാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുന്നത്. കത്തി കൊണ്ട് അരിയാൻ പാടില്ല ചേട്ടാ, അത് പഠിച്ചിരിക്കുക. ജോൺ വർഗീസ്, നിങ്ങളൊക്കെ ചമ്പരം പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ചമ്പരം ഇത് പോകണട്ടാ. നിങ്ങളൊക്കെ ചമ്പരം പറഞ്ഞിരിക്കുമ്പോൾ ശരിക്കും വായിക്കേ. ചമ്മരം പറഞ്ഞിരിക്കുമ്പോൾ എന്ന് എഴുതി കൊണ്ടത് ഒരു കാര്യം ഓർമ്മ വരുന്നു. പണ്ടത്തെ ആളുകൾ മേശയിലും കസേരയിലും ഇരിക്കുകയില്ലായിരുന്നു, ചമ്മരം അറിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ ജീവിത രീതികളൊക്കെ മാറി. അതുകൊണ്ട് നമുക്ക് മുട്ടുവേദന ഇല്ലാത്ത വേദനകളൊക്കെ, അതുകൊണ്ട് നമുക്ക് മുട്ടുവേദന
ഇല്ലാത്ത വേദനകളൊക്കെ വരുന്നതുകൊണ്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ആളുകൾ ചമ്രം പടിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. ഞാൻ വായിക്കാൻ തന്നോ കഴിഞ്ഞു, 2 കൂടിയുള്ളോ. എൻ്റെ വായന ശരിയില്ല അല്ലേ? ചേട്ടാ സൂപ്പറായിട്ട് വായിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്രഷൻ ഇടുന്നുണ്ടെന്ന് മാത്രം. റെനി, നിങ്ങളുടെ ക്യാമറാമാൻ നിങ്ങൾ ദിവസം ഉണ്ടാക്കുന്ന ഈ പാചകക്കുറിപ്പുകൾ പരീക്ഷിച്ച് നോക്കാൻ താല്പര്യമില്ലേ? അവൻ്റെ അമ്മയൊക്കെ ഇടയ്ക്ക് ഓരോന്നൊക്കെ വെക്കുന്നു പറയുന്നുണ്ട്. ആനന്ദലത, ഇവിടെ അതായത് സിംഗപ്പൂര് ചൈനീസ് പീപ്പിൾ എല്ലാ വക ചീരകളും ഇങ്ങനെ സൂപ്പ് വെച്ച് കഴിക്കാറുണ്ട്. ബട്ട് ചില്ലിയും ഉള്ളിയും അല്ല, ഗാർലിക്കാണ് ഇടാറ്. കുടിക്കുമ്പോൾ ഇത്തിരി പെപ്പർ ഇട്ട് കുടിക്കും ആവശ്യക്കാർ. സൂപ്പ് പോലെ ഇരിക്കും. അപ്പം അടിപൊളി. നമുക്കതിന് മത്തനല്ല, കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടും തിളപ്പിച്ചൊന്ന് കുടിച്ച് പരിശീലിച്ചാലോ. അടിപൊളിയുള്ള സാധനം. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് വായന പൂർത്തിയായി. നിരവധി അനവധി 2500 അടുത്ത് കമൻറ്റ് മൊത്തം ഉണ്ട്. അപ്പോൾ നമുക്കിത് മുഴുവൻ വായിക്കാൻ പറ്റില്ലല്ലോ, നമുക്കിങ്ങനെ ഓടിച്ചെടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി കമൻറ്റുകൾ എഴുതുക, നമുക്കതൊക്കെ എടുക്കാന്നേ. അപ്പോൾ നിർത്താം. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ വായിക്കും. നിന്റെ ശ്രീനിവാസൻ നിന്നെ തേടി വരും കണ്ണുകളിൽ. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.